ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത എസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞ സീരീസിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിരുന്നത് പോലെ നമ്മൾ പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിലും മെയിൻസ് പേഴ്സ്പെക്റ്റീവിലും ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ നമ്മൾ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം ഒഴിവാക്കും. ആൻഡ് ദെൻ UPSC ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ UPSC പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ അറിയേണ്ട ചോദ്യങ്ങൾ മാത്രം നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മളുടെ ഫസ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു സെൻസസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ സെൻസസ് 2021 നടക്കേണ്ടതായിരുന്നു. പക്ഷേ കോവിഡ് അടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. സോ 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പോപ്പുലേഷന്റെ ഒരു കണക്കെടുപ്പാണ് ഈ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് നടക്കാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും വൈകുന്നു. കാരണം ഇന്ത്യയിൽ എത്രത്തോളം ആളുകൾ നിലനിൽക്കുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ ഒരു ഘടന, അതായത് കുട്ടികളാണോ കൂടുതൽ, മുതിർന്നവരാണോ കൂടുതൽ, ഏത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ, നമ്മളുടെ പോവർട്ടി എങ്ങനെയാണ്, സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കണക്കുകൾ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ അറിയേണ്ടത് ഈ സെൻസസിലൂടെയാണ്. മനസ്സിലായോ? സോ ആ സെൻസസ് വൈകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ചില ഇൻജസ്റ്റിസുകളുണ്ട്, തുല്യതയില്ലായ്മകളുണ്ട്. സോ അതിനെല്ലാം കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് സെൻസസ് എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ സെൻസസ് എങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്, പിന്നെ ഡീലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മളുടെ ലോകസഭയുടെയും സംസ്ഥാനങ്ങളുടെയും പോപ്പുലേഷൻ, ഒരു MP-ക്ക് നിശ്ചിത പോപ്പുലേഷൻ ഉണ്ടാകണമെന്നുണ്ട്. സോ അത് ഈക്വലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതും സെൻസസും തമ്മിൽ ബന്ധമുണ്ട്. സോ നമുക്ക് അത് രണ്ടും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, പോപ്പുലേഷൻ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഒരു രാജ്യത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കുന്ന പ്രക്രിയയാണ് സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം 2011 അവസാനത്തെ സെൻസസ് ഉണ്ടായിരുന്നു. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് സംഘടിപ്പിക്കുന്നത്. സോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സെൻസസ് മനുഷ്യരുടെ മാത്രമാണോ അളവെടുക്കുന്നത്? അല്ല. വിവിധ തരം സെൻസസുകൾ രാജ്യത്തും ലോകത്തും നിലവിലുണ്ട്. പക്ഷികളുടെ എണ്ണം എടുക്കുന്നുണ്ട്, മൃഗങ്ങളുടെ എണ്ണം എടുക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സസ്യമൃഗാദികളുടെ എണ്ണം എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും സെൻസസ് നടക്കുന്നുണ്ട്. പെർട്ടിക്കുലർലി ഈ 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന സെൻസസ് പോപ്പുലേഷൻ സെൻസസ് ആണ്. അതാണ് പോപ്പുലേഷൻ സെൻസസ് എന്നറിയപ്പെടുന്നത്. സോ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, പോപ്പുലേഷൻ സെൻസസ് ഇന്ത്യയിൽ നടത്തുന്നത് ആരാണ്? ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് പോപ്പുലേഷൻ സെൻസസ് നടത്തപ്പെടുന്നത്? ഒന്നാമത്തെ ചോദ്യം. മനസ്സിലായോ? സോ അതിന് ഉത്തരം എന്താണ്? നമ്മൾ ഈ ചോദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ, പുതുതായിട്ട് സെൻസസിനെ കുറിച്ച് കേൾക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത്ര ഡീപ്പ് നോളജ് ഇല്ലാത്ത ഒരാൾ ചിലപ്പോൾ തെറ്റാം. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണോ, മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ആണോ, ഇതിൽ ഏത് മിനിസ്ട്രി ആണെന്ന് 3 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടു നമ്മൾ. മനസ്സിലായോ? സോ ആദ്യത്തെ തറവ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അതായത് കറന്റ് അമിത്ഷായുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് സെൻസസ് നടത്താനായിട്ട് ബാധ്യതപ്പെട്ട മിനിസ്ട്രി. ഓക്കെ. സെൻസസ് ആക്ട് 1948 കീഴിലാണ് സെൻസസ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. സോ 1948 ആയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ വല്ലഭായ് പട്ടേൽ സെൻസസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പാർലമെന്റിലെ സെൻസസ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി ആദ്യത്തെ സെൻസസിനുള്ള ശുപാർശകൾ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സെൻസസ് ആക്ട് 1948 പറയുകയാണ്. മനസ്സിലായോ? സോ ആദ്യം നമ്മൾ പഠിച്ചു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് സെൻസസ്. സെൻസസ് ആക്ട് 1948 തുടങ്ങിയാണ് ഈ സെൻസസിന്റെ ഒരു ലീഗലൈസ്ഡ് ഫോം ഇന്ത്യയിലേക്ക് വരുന്നത്. സെൻസസ് ഇതിനു മുൻപും ഉണ്ടായിരുന്നു, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ആരാണ് മിനിസ്ട്രിയുടെ കീഴിൽ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ആണ് സെൻസസ് നടത്തുന്നത്. മനസ്സിലായോ? ഇത് ഹോം മിനിസ്റ്ററിയുടെ കീഴിൽ ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ആണ് ഇതിന് നടത്തിപ്പ് അവകാശം. സെൻസസ് കമ്മീഷണർമാർ ഓരോ ജില്ലയിലും
ഓരോ സംസ്ഥാനത്തിനും സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് സെൻസസ് കമ്മീഷന്മാരെ നിയമിക്കും. അങ്ങനെയാണ് സെൻസസിന്റെ ഇംപ്ലിമെന്റേഷൻ ഇന്ത്യയിൽ നടക്കുന്നത്. ഇനി നമുക്ക് സെൻസസിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് സെൻസസിന്റെ ഹിസ്റ്ററി? പണ്ട് കാലം മുതലേ ഈ ആളുകളുടെ എണ്ണം എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഒരു സ്ഥലത്ത് എത്ര പേര് ജീവിച്ചിരുന്നു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളുടെ സാമൂഹികപരമായിട്ടുള്ള സോഷ്യൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഒരു ഗ്രാന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ സംബന്ധമായിട്ട് ഒരു പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ സ്ഥലത്തെ എത്ര പെൻഷനേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയണം, എത്ര പെൻഷൻ വാങ്ങിക്കാത്തവരുണ്ട്. നമ്മളൊരു ഗവൺമെന്റ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സ്ഥലത്ത് എത്ര ആളുകളുണ്ട്, എന്താണ് അവരുടെ ഡെമോഗ്രഫിക് ഫീച്ചേഴ്സ്, ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ പണ്ട് തുടങ്ങി ഇങ്ങനെ ഒരു കാര്യം നിലവിലുണ്ടായിരുന്നു. ഋഗ്വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. അർത്ഥശാസ്ത്ര, അതായത് കൗടല്യന്റെ അർത്ഥശാസ്ത്ര ഇപ്പൊ ഏത് പീരീഡാണ്? അശോകന്റെ പീരീഡാണ്. അശോകന്റെ പീരീഡിലും ഈ സെൻസസ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ സെൻസസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. മറിച്ച് ഒരു ആളുകളുടെ എണ്ണം, ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്ട് സംബന്ധിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വില്ലേജ് സംബന്ധിയായിരിക്കാം, എന്നാലും ആളുകളുടെ എണ്ണം എടുത്തിരുന്ന ഒരു പ്രോസസ്സ് അവിടെയും ഹിസ്റ്റോറിക്കലി കണ്ടുവരുന്നുണ്ട്. ഐൻ ഇ അക്ബാരി, അതായത് മുഗൾ പീരീഡിലെ ഐൻ ഇ അക്ബാരി, അക്ബറിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഐൻ ഇ അക്ബാരി എന്ന് പറയുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിലും സെൻസസിനുള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻ കൗണ്ടിങ്ങിനുള്ള ഒരു മെഷേഴ്സ് ഉണ്ടായതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലാത്തവര് നോട്ട് ചെയ്ത് വെക്കുക. 1881 ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. മനസ്സിലായോ? 1881 ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. അതിനു മുൻപ് അത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന സെൻസസ് ആണ്. അതിനു മുൻപും സെൻസസ് നടന്നിട്ടുണ്ട്. 1800 മുതലാണ് ഈ സെൻസസ് എന്ന് പറയുന്ന ഒരു വാക്കും സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്കെടുപ്പും ഒഫീഷ്യൽ ആയിട്ട് ലോകത്ത് നടക്കുന്നത്. ആദ്യമായിട്ട് നടന്ന രാജ്യങ്ങളിൽ ഒന്ന് ബ്രിട്ടനാണ്. അത് പതിയെ ഇന്ത്യയിലേക്ക് വ്യാപിച്ചു. ഇന്ത്യയിലെ ചില ഡിസ്ട്രിക്റ്റുകൾ എടുത്തു. അതിനുശേഷം ഒരു നോൺ കോംപ്രിഹെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ നോൺ സിൻക്രണസ് ആയിട്ടുള്ള ഒരു സെൻസസ് ലോർഡ് മേയോയുടെ നേതൃത്വത്തിൽ 1872 നടക്കുകയാണ്. അതിനുശേഷം ഒരു സിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു സെൻസസ്. എല്ലാ നാട്ടുരാജ്യങ്ങളിലും പോകും, എല്ലാ താലൂക്കുകളിലേക്കും പോകും. അങ്ങനെ അന്നത്തെ ഭരണ സംവിധാനം എന്തായിരുന്നോ ആ ഭരണ സംവിധാനത്തിൽ നുള്ളിൽ നിന്നുകൊണ്ട് ഒരു രാജ്യം മൊത്തമായിട്ട് ഒരു സെൻസസ് എടുക്കുന്നത് 1881 മനസ്സിലായോ? WC പോൾഡൻ ആണ് അന്നത്തെ സെൻസസ് കമ്മീഷണർ ആയിട്ടുണ്ടായിരുന്നത്. സോ ലോർഡ് മേയോയുടെ കാലത്ത് 1872 ഒരു സെൻസസ് നടന്നിട്ടുണ്ട്. പക്ഷെ അത് രാജ്യം മൊത്തമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രാജ്യം മൊത്തമായിട്ട് നടക്കുന്നത് 1881 ദെൻ 10 വർഷം കൂടുമ്പോൾ ഈ സെൻസസ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. 1891 വന്നു. 901 വീണ്ടും ഒരു സെൻസസ് നടക്കുകയാണ്. പിന്നീട് 921 ഒരു സെൻസസ് നടക്കുകയാണ്. സോ 921 1921 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. തുടർച്ചയായിട്ടുള്ള ഫാമൈൻസ്, അഗ്രികൾച്ചറൽ ഡിസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമ്മളുടെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം വലിയ സെൻസസ് നടപടികളൊന്നും അങ്ങനെ വലുതായിട്ട് നടന്നില്ല. പകരം ഒരു കാസ്റ്റ് സെൻസസ് 1931 നടക്കുകയാണ്. സോ ലീവ് ഇറ്റ്. ഓരോ 10 വർഷം 1881 മുതൽ 10 വർഷം കൂടുമ്പോൾ സെൻസസ് നടന്നിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അതിനുശേഷം 1948 സെൻസസ് ആക്ട് പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ സെൻസസ് 1951 ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിൽ നടക്കുകയാണ്. പിന്നീട് 10 വർഷം കൂടുമ്പോൾ സെൻസസ് ഓരോ 10 വർഷത്തിലും നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ്? രാജ്യവ്യാപകമായിട്ടുള്ള എത്രാമത്തെ സെൻസസ് ആണ്? രാജ്യവ്യാപകമായിട്ടുള്ള 16ാമത്തെ സെൻസസ് ആണ് 2021 നടക്കേണ്ടിയിരുന്നത്. ഇനി അത് നടക്കാൻ പോകുന്നത് 2026 2027 കാലഘട്ടങ്ങളിലായിരിക്കും ആ സെൻസസ് നടക്കുക. സോ സെൻസസിന്റെ ഒരു നാൾ വഴികൾ നമ്മൾ കണ്ടു. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചേഞ്ചസ് വരുന്നത്, അതായത് 2001 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001 സെൻസസ് നടന്നപ്പോൾ ടെക്നോളജി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. 2021 സെൻസസ് ആണ് ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആയിട്ട്
നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നത്. സോ ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മളുടെ ഈ ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സെൻസസുകളാണ്. അപ്പോൾ എന്ത് സംഭവിക്കും ഈ ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സെൻസസ് നടക്കുമ്പോൾ? കൂടുതൽ പെട്ടെന്ന് സെൻസസിന്റെ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെൻസസ് ഓരോ വീട്ടിലും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, 2011 സെൻസസിൽ ഓരോ വീട്ടിലേക്കും ഈ ടീച്ചർമാരടക്കമുള്ളവർ വരും. അതായത് സെൻസസിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ നമ്മളുടെ വീട്ടുകളിലേക്ക് വന്നിട്ട് നമ്മളുടെ വീടിന്റെ വിവരങ്ങൾ എടുക്കും. എത്ര പേരുണ്ട്, എന്താണ് അവരുടെ ജോലി, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, കാറുകളുടെ എണ്ണം എത്രയുണ്ട്, ബൈക്കുകൾ എത്രയുണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അവരെടുക്കും. ഇത് അവർ രജിസ്റ്റർ ചെയ്തിട്ട് മുകളിലെ അതോറിറ്റിക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ നാഷണൽ ലെവലിൽ ഇത് കമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് സെൻസസിന്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇനി നടക്കേണ്ടത് 2026-27 കാലഘട്ടങ്ങളിലാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം കൂടി പറയുന്നതാണ്. സെൻസസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു യൂണിയൻ ലിസ്റ്റിലാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ആണ് സെൻസസ് എടുക്കാനായിട്ടുള്ള പൂർണ്ണമായ അധികാരം. മനസ്സിലായോ? ഇനി വേറൊരു കാര്യം, ഈ സെൻസസിലെ ഇൻഫോർമേഷൻ കോടതികൾക്ക് ചോദിക്കാമോ? എന്ത് തോന്നുന്നു? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഉണ്ട്, പിന്നെ കോടതികൾക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. സോ സെൻസസിലെ ഇൻഫോർമേഷൻ കോടതികൾക്ക് ചോദിക്കാൻ സാധിക്കുമോ? കോടതികൾക്ക് ചോദിക്കാൻ പാടില്ല. അത്രയ്ക്ക് സീക്രട്ട് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഈ സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ. കാരണം ഒരു രാജ്യത്തെ എല്ലാവരെയും കുറിച്ചുള്ള അധികാരമുള്ള ഡാറ്റ, ആധികാരികമായിട്ടുള്ള ഡാറ്റ സെൻസസിലുണ്ട്. സോ അത് വളരെ സെൻസിറ്റീവ് ആൻഡ് ക്രിറ്റിക്കൽ ഡാറ്റയാണ്. അത് കോടതികൾക്ക് പോലും ചോദിക്കാനായിട്ടുള്ള അവകാശമില്ല. ഏത് ആക്ട് ആണ് അങ്ങനെ പറയുന്നത്? 1948 സെൻസസ് ആക്ട് ആണ് അത് ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, സോ ഇനി നമുക്ക് ഡീലിമിറ്റേഷനിലേക്ക് പോകാം. എന്താണ് ഡീലിമിറ്റേഷൻ? ഡീലിമിറ്റേഷൻ പറയുന്നതിന് മുൻപ് ഞാൻ ലോകസഭയിലെ MP എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപിമാരെന്ന് പറയുന്നത് ഇക്വാലിറ്റി ആയിരിക്കും. അതായത് പോപ്പുലേഷൻ ഈക്വൽ ആയിട്ടായിരിക്കണം. അതായത് ഇത്ര ലക്ഷം ആളുകൾക്ക് ഒരു MP എന്നുള്ളത് ഇന്ത്യയിലുടനീളം പ്രാവർത്തികമായിരിക്കണം. മനസ്സിലായോ? സോ കോൺസ്റ്റിറ്റ്യുവൻസീസ്, നിയോജക മണ്ഡലങ്ങൾ തമ്മിലുള്ള ആളുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസും തമ്മിൽ പോപ്പുലേഷൻ റേഷ്യോയിൽ ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളും പരസ്പരം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസും പോപ്പുലേഷന്റെയും റേഷ്യോയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. മനസ്സിലായോ? നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം, അതായത് ഒരു MP പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ എണ്ണവും വേറൊരു MP പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ എണ്ണവും തമ്മിൽ വ്യത്യസ്തപ്പെടാനായിട്ട് പാടില്ല. മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിക്കും? അങ്ങനെ വ്യത്യസ്തപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഒരു MP പണി കൂടും. മനസ്സിലായോ? ഒരു MP 20 ലക്ഷം ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്നു എങ്കിലും മറ്റൊരു MP 10 ലക്ഷം ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളെങ്കിലും ഈ MP എത്തിപ്പെടേണ്ട ആളുകളുടെ എണ്ണം കൂടുകയല്ലേ? മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഈ റെപ്രസെന്റേഷനിലുള്ള ഈക്വാലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഡീലിമിറ്റേഷൻ വരുന്നത്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നില്ലെങ്കിൽ പോപ്പുലേഷൻ അനുസരിച്ച് MP-മാരുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഈ MP-മാരുടെ എണ്ണം സ്ഥിരമാക്കി വെച്ചിട്ട് ഈ പോപ്പുലേഷനെ പരസ്പരം ഡിവൈഡ് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഇലക്ഷന്റെ ടൈമിൽ, കഴിഞ്ഞ വർഷം ഇന്ന നിയോജക മണ്ഡലത്തിലായിരുന്നു എനിക്ക് വോട്ട്, ഇപ്രാവശ്യം ഡീലിമിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ വോട്ട് അപ്പുറത്തെ ഡീലിമിറ്റേഷനിലേക്ക് ആയി എന്ന് പറയാറുണ്ട്. ഇത് ചിലപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഇന്ന പഞ്ചായത്തിലായിരുന്നവർ ഡീലിമിറ്റേഷൻ കാരണം അടുത്ത വർഷം വേറെ പഞ്ചായത്തിലേക്ക് മാറി, അല്ലെങ്കിൽ വാർഡ് മാറിയിട്ട് ഈ വർഷം ഇന്ന വാർഡിലേക്ക് ജോയിൻ ചെയ്തവരുണ്ടാവും. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നടക്കാറുണ്ട്. അതാണ് ഡീലിമിറ്റേഷൻ. പക്ഷേ പഞ്ചായത്തുകളിലെ ഡീലിമിറ്റേഷൻ ആരാണ് നടത്തുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. മനസ്സിലായോ? ഇത് സെൻട്രൽ ഡീലിമിറ്റേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓരോ സെൻസസ് കഴിയുമ്പോഴും ഒരു ഡീലിമിറ്റേഷൻ ആക്ട് നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട്. മനസ്സിലായോ? ഓരോ ആക്ട് നമ്മൾ ഡീലിമിറ്റേഷൻ ആക്ട് നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട്. അതിനനുസരിച്ച് ഈ ആളുകളുടെ എണ്ണവും ഈ MP-മാരുടെ എണ്ണവും ലോകസഭാ സീറ്റുകളുടെ എണ്ണവും നമ്മൾ റീഡിഫൈൻ ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 4 ഡീലിമിറ്റേഷൻ കമ്മീഷനുകൾ രൂപപ്പെടുന്നുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോൾ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് നിയമം പാസ്സാക്കുന്നതിലൂടെ വരുന്ന ബോഡികളെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെതിരായിട്ടുള്ള ബോഡി ഏതാണ്?
കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള ബോഡീസിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കാതെ പാർലമെന്റ് ഒരു നിയമത്തിലൂടെ പാസ്സാക്കുന്ന ബോഡികളെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. സോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ 1951 സെൻസസ് നടന്നു എന്ന് ഞാൻ പറഞ്ഞു. സോ 52 ഒരു ഡീലിമിറ്റേഷൻ ആക്ട് വഴി നമ്മളൊരു എന്തിനെ നിയമിച്ചു? ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിച്ചു. അവര് MP-മാരുടെ എണ്ണം റീഡിഫൈൻ ചെയ്തു പോപ്പുലേഷൻ അനുസരിച്ച്. അതുപോലെ 1962 വീണ്ടും ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ തീരുമാനിച്ചു. കാരണം എന്താണ്? 1961 സെൻസസ് പ്രകാരം വീണ്ടും ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമ്മൾ വെക്കണം. മനസ്സിലായോ? അതിനുശേഷം 1971 വീണ്ടും സെൻസസ് നടന്നു. വീണ്ടും 1972 ആയപ്പോഴേക്കും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വെച്ചു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. എന്താണ് പ്രശ്നം വന്നേ? അതായത് ഈ ചില സംസ്ഥാനങ്ങൾക്ക് MP-മാരുടെ എണ്ണം കൂടുന്നു, അതായത് ലോക്സഭാ സീറ്റുകൾ കൂടുന്നു. ചില സംസ്ഥാനങ്ങൾക്ക് ലോക്സഭാ സീറ്റുകൾ കുറയുന്നു. സോ അത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടുന്ന മണ്ഡലങ്ങൾ കുറയാനായിട്ട് തുടങ്ങി, അവർക്ക് സീറ്റ് കുറവ് കിട്ടുന്ന മണ്ഡലങ്ങൾ. ഇപ്പോൾ UP-യിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ UP-യിൽ 20 കോടിയോളം ആളുകളുണ്ട്. മനസ്സിലായോ? കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 കോടിയോളം ആളുകളെ ഉള്ളൂ. സോ കേരളത്തിൽ നിന്ന് എത്ര MP-മാരുണ്ട്? 20 MP-മാരുണ്ട്. അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും ഇപ്പൊ UP-യിൽ എന്നുള്ളത്. മനസ്സിലായോ? സോ 1000 കേരളത്തിന് അര UP എന്ന് പറയുന്ന ഒരു കണക്കായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. സോ 1972 ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? 1972 ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നു. അതിന്റെ റിപ്പോർട്ട് ഡീലിമിറ്റേഷൻ ആക്ട് ആയിട്ട് വരാനായിട്ട് 1976 എടുത്തു. മനസ്സിലായോ? സോ അവിടെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 25 വർഷത്തേക്ക് പാർലമെന്റ് ഡീലിമിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്തു. അതായത് MP-മാരുടെ എണ്ണത്തിൽ, ഇവിടെയാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതായത് MP-മാരുടെ എണ്ണത്തിൽ ഇനി കൂടുതലും കുറവും 25 വർഷത്തേക്ക് നമ്മൾ അവിടെ നിർത്തുകയാണ്. പകരം പോപ്പുലേഷനെ നമുക്ക് റീഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണ്? ഇപ്പോ 1543 MP-മാരാണ് നമ്മളുടെ ലോകസഭയിലുള്ളത്. അത് അങ്ങനെ തന്നെ നിൽക്കും. പോപ്പുലേഷൻ കൂടുന്നതും കുറയുന്നതും ഇക്വിറ്റബിൾ ആയിട്ട് ഇവരുടെ ഇടയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കും. അതായത് നമ്മളുടെ 150 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ഈ 150 കോടി ജനങ്ങളെയും എന്ത് ചെയ്യും? ഈ 543 കൊണ്ട് ഹരിക്കും. മനസ്സിലായോ? അപ്പൊ ഓരോ MP-ക്കും ഇത്ര വീതം ആളുകൾ ലഭിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും ആളുകളെ ഡിഫൈൻ ചെയ്തത്. അങ്ങനെയല്ല, ചില സ്റ്റേറ്റുകൾക്ക് ചില മാറ്റങ്ങളുണ്ട്. ഇപ്പൊ അങ്ങനെയാണെന്ന് സിംപിളി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നടത്താം. അല്ലാണ്ട് MP-മാരുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഓരോ സംസ്ഥാനത്തെ സംബന്ധിച്ചും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഏത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ? 1972 ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടന്നു. ഇനി എപ്പോഴാണ് ഡീലിമിറ്റേഷൻ നടത്തേണ്ടത്? ഇനി 25 വർഷത്തേക്ക് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് വരെ ഡീലിമിറ്റേഷൻ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മനസ്സിലായോ? അപ്പൊ 1975 തുടങ്ങി 2000 വരെയുള്ള കാലങ്ങളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനുകൾ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഇനി സെൻസസ് എപ്പോഴാണ്? 2000 ആദ്യത്തെ സെൻസസ് എപ്പോഴാണ്? ആദ്യത്തെ സെൻസസ് വരുന്നത് 2001 2001 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2001 വന്നപ്പോൾ നമ്മൾ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ അത് മാത്രമല്ല സംഭവിച്ചത്, റീഡിഫൈൻ ചെയ്യണമല്ലോ. ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ റീഡിഫൈൻ ചെയ്യണം. മനസ്സിലായോ? സോ അവിടെ വന്നപ്പോഴും നമ്മളുടെ പോപ്പുലേഷൻ കൺട്രോൾ ആയില്ല. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് തീരുമാനിച്ചു? നമ്മള് എന്താ തീരുമാനിച്ചത്? വീണ്ടും നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ആവാതിരുന്നപ്പോൾ നമ്മൾ ഈ MP-മാരുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. പകരം എന്ത് പറഞ്ഞു? നമ്മളുടെ പോപ്പുലേഷനെ വീണ്ടും റീഡിഫൈൻ ചെയ്യാം, പോപ്പുലേഷൻ ഈ MP-മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ഇനി ഒരു 25 വർഷം കൂടി നമ്മൾക്ക് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും MP-മാരുടെ എണ്ണം ഓരോ സംസ്ഥാനത്തിനനുസരിച്ചും റീഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? സോ 1976 മുതൽ 543 ആയിരുന്ന MP-മാരുടെ എണ്ണം കൂടാനും കുറയാനും ഇരിക്കാനായിട്ടുള്ള ഒരു കാരണം ഈ 2 പ്രോഗ്രാമുകളാണ്. എന്താണ്? കുറയണ്ട കൂട്ടണ്ട എന്ന് പറഞ്ഞു. അപ്പൊ 2001 ഈ ഡിലിമിറ്റേഷൻ കമ്മീഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് 1991 സെൻസസ് ഡാറ്റ വെച്ചിട്ടായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ 84th അമെന്റ്മെന്റ് ആക്ട് വഴി നമ്മൾ വീണ്ടും പറഞ്ഞു 1991 ഡാറ്റ അല്ല, 2001 ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ?
അങ്ങനെയാണ് ഫോർത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നത്. ഇനി എപ്പോഴാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരേണ്ടത്? ഇനി വരേണ്ടത് 2021 ശേഷമാണ്. സോ 2021 സെൻസസ് നടന്നിട്ടില്ല, അതുകൊണ്ട് ഡീലിമിറ്റേഷനും ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സോ അങ്ങനെയാണ് ഈ ഡീലിമിറ്റേഷന്റെ ചരിത്രം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡീലിമിറ്റേഷൻ എന്താണെന്ന് പഠിച്ചു, സെൻസസ് എന്താണെന്ന് പഠിച്ചു. സോ ഡീലിമിറ്റേഷൻ നടക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് വിഷയം ഉണ്ടാവുക? അത് പോളിസി ഡെവല്യൂഷനെ സാരമായിട്ട് ബാധിക്കും. കാരണം എം പിമാരുടെ ബർഡൻസ് കൂടുകയാണ്. മനസ്സിലായോ? എം പിമാരുടെ ബർഡൻസ് കൂടുകയാണ്, അവരെത്തിപ്പെടേണ്ട ആളുകളുടെ എണ്ണവും കൂടുകയാണ്. സോ ഈക്വൽ റെപ്രസെന്റേഷൻ അവിടെ സംഭവിക്കാതെ പോകും. മനസ്സിലായോ? സോ ഇതെല്ലാം കാരണമാണ് ഡീലിമിറ്റേഷൻ വേഗത്തിൽ നടത്തണം എന്ന് നമ്മൾ പറയുന്നത്. ഡീലിമിറ്റേഷൻ വേഗത്തിൽ നടത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അതായത് ഇപ്പൊ കേരളം നമ്മൾ പോപ്പുലേഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്തു, നമ്മൾ 2.1 എന്നൊരു റേഷ്യോയിലേക്ക് നമ്മൾ എത്തി. സോ അവിടെ എന്താ സംഭവിക്കുക? നമ്മളുടെ പോപ്പുലേഷൻ നമ്മളെ എണ്ണം കുറച്ചു. മനസ്സിലായോ? അപ്പൊ യു പിക്ക് എന്ത് സംഭവിച്ചു? യു പി പോലെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്ക് എന്ത് സംഭവിച്ചു? അവർ ഈ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. അതായത് എഡ്യൂക്കേഷനിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തില്ല. സോ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും അതിന്റെ റിവാർഡ് അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് ആയിട്ടാണെങ്കിലും അല്ല ബാക്കിയുള്ള മെഷേഴ്സ് ആയിട്ടാണെങ്കിലും അവരുടെ ആ റിവാർഡ് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അവരുടെ പോപ്പുലേഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഇനിയിപ്പോ റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി ഡീലിമിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു പി പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക്, അതായത് നോർത്തേൺ സ്റ്റേറ്റുകൾക്ക് എം പിമാരെ കൂടുതൽ കിട്ടും. മനസ്സിലായോ? കാരണം അവരുടെ വോട്ട് ഷെയർ കൂടുതലാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് എന്ത് സംഭവിക്കും? സദേൺ സ്റ്റേറ്റുകൾക്ക്, തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള സദേൺ സ്റ്റേറ്റുകൾക്ക് എന്ത് സംഭവിക്കും? എം പിമാരുടെ എണ്ണം കുറയും. മനസ്സിലായോ? സോ അത് നമ്മളുടെ റെപ്രസെന്റേഷനെ ബാധിക്കും. ഈ എം പിമാരുടെ എണ്ണം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പിമാർക്ക് കൊടുക്കേണ്ട ഫണ്ടുകൾ കുറയും, എം പിമാർക്ക് കൊടുക്കേണ്ട ഗ്രാന്റുകൾ കുറയും, സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ഗ്രാന്റുകൾ കുറയും. സോ അത് ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഈ ഫിഗർ കാണുന്നുണ്ടോ? അതായത് കറന്റ്ലി യു പിയിൽ 80 ലോക്സഭാ സീറ്റുകളുണ്ട്. അപ്പോൾ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ അടുത്തത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ സീറ്റുകൾ 91 മാറും. സോ 11 സീറ്റുകൾ അധികം അവർക്ക് ലഭിക്കും. പക്ഷെ കേരളത്തിന്റെ ഒരു കേസ് നോക്കി, 20 സീറ്റുകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. സോ ഇനി ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 12 സീറ്റുകളായിട്ട് അത് ചുരുങ്ങും. സോ 8 സീറ്റുകൾ നമുക്ക് കുറയാണ്. 8 സീറ്റുകൾ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? നമ്മളുടെ ഗ്രാന്റുകൾ കുറയും, നമ്മൾക്ക് എം പിമാർക്ക് കിട്ടേണ്ട ഫണ്ടുകൾ കുറയും. അങ്ങനെ നമ്മളുടെ റെപ്രസെന്റേഷൻ, അപ്പോൾ ഒരു നിയമം പാസ്സാക്കുകയാണ്, ഇപ്പോൾ ലോകസഭ ഒരു നിയമം ആക്കുമ്പോൾ ഈ സദേൺ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഗണിക്കപ്പെടാതെ പോകും അവിടെ. കാരണം നോർത്തേൺ സംസ്ഥാനങ്ങൾക്ക് നമ്മളുടെ സദേൺ സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ എം പിമാരുണ്ട്. സോ അവർക്ക് സിംപിളി അത് ഓവർ പവർ ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്, സോ ഇതുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് എന്താണ് സെൻസസ്, സെൻസസ് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നു, യൂണിയൻ ലിസ്റ്റിലാണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്ത് പഠിച്ചു? ഹിസ്റ്ററി പഠിച്ചു. പണ്ട് മുതലേ ഋഗ്വേദിക് പീരീഡ് മുതലേ ഉണ്ട്. ആദ്യത്തെ സെൻസസ് എങ്ങനെയായിരുന്നു, അതിനുശേഷം 10 വർഷം, അതിനു മുൻപ് ഒരു നോൺ സിൻക്രണൈസ് സെൻസസ് നടക്കുന്നുണ്ട് 1872. അത് നടത്തിയത് ലോർഡ് മേയോ ആണെന്ന് പഠിച്ചു. അതിനുശേഷം സെൻസസിന്റെ ഹിസ്റ്ററി പഠിച്ചു, ഡീലിമിറ്റേഷനെ കുറിച്ച് പഠിച്ചു. സോ ഇതാണ് ഈ ആർട്ടിക്കിളിൽ ഇൻസൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ ഈ ആർട്ടിക്കിൾ പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ സെൻസസ് നടത്തണം, ഡീലിമിറ്റേഷൻ നടത്തണം. കാരണം നമ്മുടെ പോളിസി ഡെവല്യൂഷന്റെ, പോളിസി പ്ലാനിങ്ങിന്റെ എല്ലാം അടിവേരെന്ന് പറയുന്നത് ഈ സെൻസസ് ആണ്. സോ അത് ഇനിയും വൈകിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ സെൻസസ്, നമ്മളുടെ ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു UK, യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഇന്ത്യ റിലേഷൻ. സോ ഇന്റർനാഷണൽ റിലേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ UK ആയിട്ടുള്ള ട്രേഡ് റിലേഷൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ട്രേഡും ഗുഡ്സ് ആൻഡ് സർവീസസ്, ഈവൻ നമ്മളുടെ ഒരു വലിയ പോപ്പുലേഷൻ തന്നെ UK പോലെയുള്ള നഗരങ്ങളിൽ ജീവിക്കുന്നു. നമ്മളായിട്ട് ഹിസ്റ്റോറിക് പാർട്ട്, ഹിസ്റ്റോറിക്കലി അവർ നമുക്ക് കണക്ഷൻസ് ഉള്ള ടീമുകളുമാണ്. സോ കറന്റ്ലി
യൂറോപ്യൻ യൂണിയനിൽ നിന്ന് 2016 UK എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം യൂറോപ്യൻ യൂണിയൻ ആയിട്ട് കറന്റ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം അവർ കൂടുതൽ അടുക്കാനായിട്ട് തുടങ്ങി. അത് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ട്രേഡ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. സോ അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്, എ യൂറോ സെൻട്രിക് റീസെറ്റ്, എ ഗേറ്റ് വേ ഫോർ ഇന്ത്യ. അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് മലയാളിയായിട്ടുള്ള ഒരാളാണ്, തൃശ്ശൂർക്കാരനാണ്, നമ്മുടെ സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസറാണ്. നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനത് ഷെയർ ചെയ്തുള്ളൂ. സോ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിലേക്ക് പോകാം. സോ എന്താണ് ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറന്റ് UK, അതായത് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ UK എന്ന് പറയുന്നതും യൂറോപ്യൻ യൂണിയനിലെ സഖ്യകക്ഷികളുമായിട്ട് ട്രേഡ് റിലേഷനുകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവരൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു അലയൻസോടെ പ്രവർത്തിക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുകയാണ്. സോ അത് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയും. മനസ്സിലായോ? സോ ഇന്ത്യക്ക് യൂറോപ്യൻ യൂണിയനായിട്ടും ഇന്ത്യക്ക് UK-യുമായിട്ടും നല്ല റിലേഷനുകളാണുള്ളത്. മനസ്സിലായോ? നമ്മളുടെ ഒരുപാട് ഡയസ്പോറ അവിടെയുണ്ട്, ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടാണെങ്കിലും മറൈൻ എക്സ്പോർട്ട് ആണെങ്കിലും ബാക്കിയുള്ള രീതിയിലുള്ള എക്സ്പോർട്ട് സർവീസ് സെക്ടറിലാണെങ്കിലും ഇതെല്ലാം നമ്മൾ കയറ്റുമതി ചെയ്യുകയും നമ്മൾക്ക് റിട്ടേൺ വാങ്ങുകയും ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ പ്ലസ് UK എന്നുള്ള രീതിയിലാണ്. മനസ്സിലായത്? സോ ഇതെല്ലാം, സോ ഇവരുടെ ഒരു ടൈപ്പ് നമ്മളെ ഒരുപാട് നല്ല രീതിയിൽ നമ്മളുടെ ട്രേഡ്, നമ്മളുടെ എക്കോണമി, നമ്മളുടെ ഡിപ്ലോമാറ്റിക് ടൈസ്, നമ്മളുടെ മിലിറ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് എന്താണ് നമ്മളുടെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് $86 ബില്യൺ ട്രേഡ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു. മനസ്സിലായോ? 2024 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം $86 ബില്യൺ ട്രേഡ് നടക്കുകയാണ്. എന്നാൽ UK ആയിട്ട് നമുക്ക് 12 ബില്യൺ ട്രേഡ് നടന്നു. വിച്ച് മീൻസ് ഏകദേശം ഒരു 1/6 യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളെയും കൂട്ടിയിട്ടുള്ള കണക്കാണ് 86 ബില്യൺ എന്ന് പറയുന്നത്. പക്ഷേ UK എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡ് രാഷ്ട്രം, ചെറുതല്ല, ചെറിയൊരു ഐലൻഡ് രാഷ്ട്രത്തിലേക്ക് നമ്മൾ 12 ബില്യന്റെ ഒരു ട്രേഡ് ഇന്ത്യൻ എക്സ്പോർട്ട് നടത്തിയിരിക്കുകയാണ്. മനസ്സിലായോ? സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 100 ബില്യൺ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ എക്സ്പോർട്ട് പോവുകയാണ്. മനസ്സിലായോ? പിന്നീട് ഒരു പ്രത്യേകത ഉള്ളത് ഇതാണ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് മാത്രം UK ഒരുപാട് എക്സ്പോർട്ട്, അതായത് നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടിൽ 25% സപ്ലൈസ് പോകുന്നത് UK-യിലേക്കാണ്. മനസ്സിലായോ? സോ യൂറോപ്പിന്റെ ഒരു ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ കുറിച്ച് നമുക്കറിയാം, അതിന്റെ നീഡ്സ് എന്താണെന്ന് നമുക്കറിയാം. കേരളത്തിലെ ഒരുപാട് നഴ്സുമാർ അവിടെ പണിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ UK-യിൽ മാത്രമല്ല യൂറോപ്പിൽ പണിയെടുക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ അവിടെ ഉള്ളതായിട്ട് നമുക്കറിയാം, അല്ലെ? സോ ഇതെല്ലാം നമ്മളെ എക്സ്പോർട്ടിനെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് എക്കോണമിയുടെ, ഇന്ത്യ എന്ന് പറയുന്ന 4th ലാർജസ്റ്റ് എക്കോണമിയുടെ മാർക്കറ്റ് എക്സ്പോർട്ടിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. സോ ഈ ടൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു 150 ബില്യണിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും ഈ ട്രേഡിനെ. മനസ്സിലായോ? സോ അതിനുള്ളൊരു പോസിബിലിറ്റി കൂടിയാണ് ഈ യൂറോപ്യൻ യൂണിയന്റെയും UK-യുടെയും ഒരു ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ എന്താണ് കറന്റ് സിറ്റുവേഷൻ, ഫാർമസ്യൂട്ടിക്കൽ നീഡ്സ് പറഞ്ഞു. ദെൻ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ പറഞ്ഞത് തന്നെയാണ്, എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മളുടെ UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുകയാണ്. അതിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ നടന്നത് കഴിഞ്ഞ മാസമാണ്, മെയ്യിലാണ് അതിന്റെ അവസാനഘട്ട മിനുക്കുമടികൾ നടന്നത്. സോ അത് സംഭവം, ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ആയിട്ട്, അതായത് ചില ടാക്സുകൾക്കും ചില ബാരിയേഴ്സുകൾക്കും റെസ്ട്രിക്ഷനുകളൊക്കെ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ചില സെക്ടറിന് കുറച്ച് ഈസി ആയിട്ട് പോകാം. മനസ്സിലായോ? അത് UK-ക്ക് ആവശ്യമുള്ള സെക്ടറുകളെ അവർ പറയും നമുക്ക് നമ്മുടെ എക്കോണമിയെ സസ്റ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ വളർത്തേണ്ട ചില സെക്ടറുകളെ നമ്മളും പറയും. ഇതെല്ലാം രണ്ട് ചർച്ചകളിലൂടെ നടത്തി ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നർത്ഥമില്ല, എന്നാലും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടാരിഫുകൾ, ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസ്കൗണ്ടഡ് റേറ്റുകൾ, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് തന്നെയാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് നമുക്ക് വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയനിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് ആവണമെന്നില്ല, പക്ഷെ വേറൊരു ടൈലേർഡ് അപ്രോച്ചിലൂടെ ഇപ്പൊ UK നമുക്കൊരു വാതിൽ തുറന്നു തന്നിരിക്കുകയാണ്, അത് യൂറോപ്യൻ യൂണിയനിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും.
പിന്നീട് എന്ത് സംഭവിക്കും? ഡിഫറെന്റ് എഡ്ജുകൾ നമുക്ക് സംഭവിക്കുകയാണ് കോമ്പറ്റീറ്റീവ് എഡ്ജിൽ, അതായത് മാർക്കറ്റുകളിലേക്ക് വരുമ്പോൾ. പക്ഷേ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകൾക്ക് ചെറിയ ചലഞ്ചസുകളുണ്ട്. എന്താണ് ആ ചലഞ്ചസ് വരുന്നത്? അതായത് വലിയ വലിയ കമ്പനികളും വലിയ വലിയ ഉടമകളും ഇതിൽ നിന്ന് പണം ഉണ്ടാക്കും. പക്ഷെ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ഈ കോമ്പറ്റീഷനിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ അവരുടെ താല്പര്യം കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. വലിയ വലിയ ടെക്നോളജികൾ ഈ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ക്യാപിറ്റൽ വലുതായിട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മനസ്സിലായോ? ഈ കോമ്പറ്റീഷനിൽ അവരൊരു സൈഡിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ചലഞ്ചസ് ആയിട്ട് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസിന്റെ കാര്യത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. അതാണ് മറ്റൊരു കാര്യം പറയുന്നത്. പിന്നീട് ഡിപ്ലോമാറ്റിക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലും ഇന്റർനാഷണൽ റിലേഷനിലെ കുറിച്ച് പറഞ്ഞതാണ് ഡിപ്ലോമാറ്റിക്സ് ഓപ്പർച്യൂണിറ്റീസ്. എന്തുമായി ബന്ധപ്പെട്ട്? സ്ട്രാറ്റജിക് അല്ലാതെയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ പേഴ്സണൽ ഷെയറിംഗ് ആയിരിക്കാം, ചിലപ്പോൾ റിസോഴ്സ് ഷെയറിംഗ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്താണ്, ചിലപ്പോൾ ഡയസ്പോറ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഡിപ്ലോമാറ്റിക് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നമുക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഓൾറെഡി യൂറോപ്യൻ യൂണിയനിലേക്ക് ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനായിട്ട് നമുക്ക് നല്ല കണക്ഷനാണ്. ഫ്രാൻസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, ജർമ്മനി ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, മറ്റ് യൂറോപ്യൻ കൺട്രീസ് ആയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നല്ല കണക്ഷനുകൾ തന്നെയാണ്. സോ അത് എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് അതിന്റെ ഡിപ്ലോമാറ്റിക് ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ റിസോഴ്സ് ഷെയറിംഗിന്റെ കാര്യത്തിലായിരിക്കാം, സ്പേസ് മിഷന്റെ കാര്യത്തിലായിരിക്കാം. ഫ്രാൻസ് ആയിട്ടാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈല് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മോസ്കോയിലാണ്. മനസ്സിലായോ? സോ മോസ്കോ ആൻഡ് ബ്രഹ്മപുത്ര, ആ 2 പേരുകൾ ചേർന്നിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ വരുന്നത്. ദെൻ സ്പേസ് മിഷന്റെ കീഴിൽ, ISROയുടെ കീഴിൽ പല ടെക്നിക്കാലിറ്റീസും അല്ലെങ്കിൽ പല പേഴ്സണലുകളെയും ട്രെയിൻ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ എവിടെയുണ്ട്? ഫ്രാൻസിലുണ്ട്. റഫേൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ ആയിട്ട് പല രാജ്യങ്ങളുമായിട്ടും നമ്മൾ കണക്ഷനുകൾ ഉണ്ട്. ഇപ്പോൾ ജർമ്മനിയിലേക്കാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടുകൾ നമ്മൾ നടത്തുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് ടൈസുകൾ, ഡിപ്ലോമാറ്റിക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കണം. ക്ലൈമറ്റ് ആക്ഷന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഇന്ത്യ പുട്ട് ഫോർവേഡ് ചെയ്ത കാര്യമാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ആദ്യമായിട്ട് ചേർന്ന യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസ് ഉണ്ട്, UK ഉണ്ട്, USA ഉണ്ട്. സോ ഇതെല്ലാം നമ്മളുടെ ക്ലൈമറ്റ് ആക്ഷൻ വരുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ ഡിഫൻസ് കോപ്പറേഷൻ വരുമ്പോഴായാലും ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കേണ്ട കാര്യങ്ങളായി കഴിഞ്ഞാൽ, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ച് നമുക്കറിയാം. നമ്മളൊരു പെർമനന്റ് മെമ്പർ ആവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിനെല്ലാം ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മളുടെ ഈ UK ആൻഡ് യൂറോപ്യൻ യൂണിയൻ ഒരു യൂറോസെൻട്രിക് റീസെറ്റിലേക്ക് ഗ്ലോബൽ എക്കോണമി അല്ലെങ്കിൽ ഗ്ലോബൽ പൊളിറ്റിക്സ് മാറുമ്പോൾ നമ്മൾ മാറി ചിന്തിക്കണമെന്നാണ് ഈ ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു ആകെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ആൻഡ് ന്യൂസ്. സോ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു കാസിരംഗ നാഷണൽ പാർക്ക്. സോ നമുക്കിവിടെ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ഒരു നാഷണൽ പാർക്കാണ്. സോ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റിൽ റിലേറ്റഡ് ആയിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏത് സംസ്ഥാനമാണ് എടുത്തത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തത് രാജസ്ഥാൻ സംസ്ഥാനമാണ്. അവിടുത്തെ ഏതൊക്കെ നാഷണൽ പാർക്ക് ഉണ്ടായിരുന്നു? അവിടുത്തെ കൊയിലാഡിയോ നാഷണൽ പാർക്സ് ഉണ്ടായിരുന്നു. ദെൻ സരിസ്ക നാഷണൽ പാർക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായോ? സരിസ്ക നാഷണൽ പാർക്ക് ന്യൂസിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അത് എടുത്തത്. ഓക്കെ. സോ അതെല്ലാം നമ്മളൊന്ന് ഓർമ്മിക്കുക. മനസ്സിലായി? നാഷണൽ പാർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിതാ പുതിയൊരു നാഷണൽ പാർക്ക് കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, കാസിരംഗ നാഷണൽ പാർക്ക്. കാസിരംഗ നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. ആ കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ദെൻ എന്ത് പറയാണ്? ദെൻ ഇതൊരു യുണൈറ്റഡ് നേഷന്റെ ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഈ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നമുക്ക് അവിടെ അറിയപ്പെടാനായിട്ടുള്ളത് വേറെ നാഷണൽ പാർക്കുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം ആ സംസ്ഥാനത്തുള്ളത്. പിന്നെ ഇതിന് പെർട്ടിക്കുലർ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? സോ ഇതിന് പെർട്ടിക്കുലർ ആയിട്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നടുക്ക് കൂടി, അതായത് കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഉള്ളിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേരെന്താണ്? ദിഫു റിവർ ആണ് ഈ കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഉള്ളിലൂടെ ഒഴുകുന്നത്. ഓക്കെ.
സോ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബിഗ് ഫോർ സ്പീഷീസിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ലൈഡ് നോക്കുക. ഓക്കെ, നമ്മൾ ഒരു നാഷണൽ പാർക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ ഏത് സംസ്ഥാനമാണെന്ന് ഓർക്കുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പെർട്ടിക്കുലർ സ്പീഷീസ് ഉണ്ടോ, മനസ്സിലായോ? ആസാം ആണ്. സോ ഏഷ്യാറ്റിക് എലിഫന്റ്സ് ഉണ്ട്. വൺ ഹോൺഡ് റൈനോ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായോ? സോ ഇറ്റ് സ്പെഷ്യലൈസ്ഡ്. കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഒരു മുഖം എന്ന് പറയുന്നത് ഈ വൺ ഹോൺഡ് റൈനോസ് ആണ്, മനസ്സിലായോ? വൺ ഹോൺഡ് റൈനോസിന് വേണ്ടിയിട്ടാണ് ഈ കാസിരംഗ നാഷണൽ പാർക്ക് പെർമനന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? സോ ബിഗ് ഫോർ സ്പീഷീസ് എന്ന് പറയുമ്പോഴും നമ്മൾ അതിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് മുഖമായിട്ട് ഓർക്കേണ്ടത് റൈനോ ആണ്, വൺ ഹോൺഡ് റൈനോ. ദെൻ അതർ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ പോവുകയാണ്. മറ്റേതൊക്കെ നാഷണൽ പാർക്ക് ഉണ്ട്? ഒന്ന് കാസിരംഗ നാഷണൽ പാർക്ക്. അത് നമ്മളിപ്പോൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ആസാമിലാണ്. അതിന്റെ സെന്ററിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? ദിഫു റിവർ. ദെൻ അവിടുത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ഏതാണ്? വൺ ഹോൺഡ് റൈനോ. ബാക്കിയുള്ള 4 മേജർ സ്പീഷീസ് ഉണ്ട്. എലിഫന്റ് ഉണ്ട്, ടൈഗർ ഉണ്ട്, അങ്ങനെയുള്ള സ്പീഷീസുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നാഷണൽ പാർക്ക് ഏതാണ്? മനസ് നാഷണൽ പാർക്ക്, മാനസ് നാഷണൽ പാർക്ക്. പിന്നെ ദിബ്രു സിഖോവ നാഷണൽ പാർക്ക്, ദെൻ നമേരി നാഷണൽ പാർക്ക്, രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക്. ഇതിൽ എപ്പോഴും ന്യൂസിൽ കേൾക്കുന്ന 3 നാഷണൽ പാർക്കുകൾ ഉണ്ട്. ഏതാണ്? ഒന്ന് കാസിരംഗ, ഒന്ന് മാനസ്, പിന്നെ രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക്. മനസ്സിലായോ? അപ്പൊ ഈ 3 നാഷണൽ പാർക്കും എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കിപ്പോ ആസാമിന്റെ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിനെന്ത് വേണം? അറ്റ്ലസ് എടുത്തിട്ട് ആസാം മറിച്ച് നോക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ആസാം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിൽ എവിടെയാണ് നാഷണൽ പാർക്ക് ഉള്ളതെന്ന് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യണം, മനസ്സിലായോ? എങ്കിൽ മാത്രമേ പരീക്ഷയുടെ ഒരു സമയമാകുമ്പോൾ നമുക്ക് ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഏതൊക്കെ നാഷണൽ പാർക്ക് ഉണ്ട്? കാസിരംഗ നാഷണൽ പാർക്ക്, മാനസ് നാഷണൽ പാർക്ക് ആൻഡ് രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക്. പിന്നെ ദിബ്രു സൈഖോവ നാഷണൽ പാർക്ക് ഉണ്ട്, നമേരി നാഷണൽ പാർക്ക് ഉണ്ട്. ഇത് അത്ര മേജർലി ന്യൂസുകളിൽ വന്ന് കണ്ടിട്ടുള്ള ഒരു പേരല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത്. ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ 3rd ന്യൂസ് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് അറ്റോമിക് എനർജി. സോ അടുത്തൊരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. ഓപ്പൺ എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ലോസ് ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യണമോ എന്ന് ചോദിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ ഓപ്പൺ എഡിറ്റോറിയൽ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ന്യൂസ് ആർട്ടിക്കിൾ. ഇതൊരു ഇന്റർവ്യൂ ആണ്. സോ എന്താണ് ഈ ഇന്റർവ്യൂവിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ അറ്റോമിക് ലോസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു സിവിൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ലോ ഉണ്ട്. രണ്ടാമത് അറ്റോമിക് എനർജി ആക്ട് ഉണ്ട്. അതായത് അറ്റോമിക് എനർജി ആക്ട് 1962ഉം സിവിൽ ലയബിലിറ്റി ഓഫ് ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. അതായത് ആ പെർട്ടിക്കുലർ ലോ ഉദ്ദേശിക്കുന്നത് ഒരു അപകടം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ലയബിലിറ്റി എന്ന് തീരുമാനിക്കുന്ന ആക്ടാണ് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജസ്. ന്യൂക്ലിയർ ഡാമേജിന്റെ സമയത്ത് സിവിൽ ലയബിലിറ്റി ആര് ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ലയബിലിറ്റി ആർക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആക്ടാണ്. സോ ആ ആക്ടിനും അറ്റോമിക് എനർജി ആക്ട് 1962 ഉണ്ടായിരുന്ന ആക്ടുകൾക്ക് ഒരു അമെൻമെന്റ് കൊണ്ടുവരാനായിട്ട് സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ ആലോചിക്കുന്നുണ്ട്. സോ അത് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് തീരുമാനിക്കുന്നതാണ്, അതിന്റെ എക്സ്പേർട്ടുകളോട് ചോദിക്കുന്നതാണ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ. അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കും ഈ ന്യൂക്ലിയർ ലോസിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരുന്നത്? അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ടാണ്. സോ ഇന്ത്യക്ക് ഒരു ന്യൂക്ലിയർ എനർജി ലോസ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു വിഷൻ ഉണ്ട്. ആ വിഷൻ നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ കറന്റ് സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് മാത്രം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് അതിന് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഈ മേഖലയിലേക്ക് വരണം. പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഈ മേഖലയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ റിസ്ക് എലമെന്റ് കൂടുതലാണ്. അതിലൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. എന്താണ് റിസ്ക് എലമെന്റ്? അതായത് അവർ ചിലപ്പോൾ നമ്മളുടെ ലോസ് കംപ്ലൈസ് ചെയ്ത് കൊള്ളണം എന്നില്ല, അതായത് അവർ പാലിച്ചു കൊള്ളണം എന്നില്ല. പകരം എന്താണ് സംഭവിക്കുക? അവർ ചില കുറുക്ക് വിദ്യകളൊക്കെ ചിലപ്പോൾ കാണിക്കാം, കൃത്യമായിട്ടൊരു ലോ ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ഇതിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ലാഭം കൂടുതൽ കിട്ടണമെന്നില്ല. നമുക്കിപ്പോൾ കറന്റ് ഭയങ്കര വലിയ റെഗുലേഷനുകൾ ഉണ്ട്. സോ അവര് നമ്മളുടെ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ മടിക്കും, ഇങ്ങനെയുള്ള പ്രൈവറ്റ് എൻറ്റിറ്റീസ്. സോ അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് നമ്മളുടെ എനർജി ലോസിൽ, പെർട്ടിക്കുലർലി ന്യൂക്ലിയർ എനർജി ലോസിൽ ചേഞ്ച് വരുത്തണമെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. സോ ആ വാദത്തെ എങ്ങനെയാണ് നമ്മളുടെ ഇന്റർവ്യൂയി കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
സോ നമുക്ക് എന്താണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി പ്ലാൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യസ് ന്യൂക്ലിയർ എനർജി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 സ്റ്റേജ് ആയിട്ടുള്ള ന്യൂക്ലിയർ എനർജി പ്രോഗ്രാം ഉണ്ട്. അതായത് ന്യൂക്ലിയർ എനർജിയുടെ പിതാവ് എന്ന് പറയുന്നത് ഹോമി ജെ ഭാഭയാണ്. സോ അറ്റോമിക് എനർജിയുടെ പിതാവ് എന്ന് പറയുന്നത് ഹോമി ജെ ഭാഭയാണ്. സോ അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങി തന്നെ 1960 കാലഘട്ടത്തിൽ തുടങ്ങി തന്നെ എന്തുണ്ട്, നമുക്കുള്ള ഒരു സർട്ടൈൻ ന്യൂക്ലിയർ എനർജി പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഒരു 3 സ്റ്റേജിലുള്ള ഒരു പ്ലാനാണ്. അതിനു മുൻപ് ഇന്ത്യയുടെ ന്യൂക്ലിയർ കപ്പാസിറ്റിയെ കുറിച്ച് ഞാനൊന്ന് പറയാം. അതായത് അതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ന്യൂക്ലിയറിന് ഒരു പെർട്ടിക്കുലർ എലമെന്റ് അല്ലെങ്കിൽ ഒരു സാധനം യൂസ് ചെയ്യും. അതിനെയാണ് ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടിക്കിളിനെയാണ് ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്നാൽ ഈ ന്യൂക്ലിയർ ആക്ടിവിറ്റി കാണിക്കാത്ത മെറ്റീരിയലുകളെ നമ്മൾ എന്ത് വിളിക്കും? ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറയും. നോൺ ന്യൂക്ലിയർ മെറ്റീരിയൽ ആയിരിക്കാം അത്, പക്ഷേ ചില സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തോറിയം പോലെയുള്ള സാധനങ്ങൾ ഫെർട്ടൈൽ മെറ്റീരിയൽ ആണ്. അതിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് അതിനെ ഒരു ഫിസൈൽ മെറ്റീരിയൽ ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ ന്യൂക്ലിയർ എനർജി വർക്ക് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയും ന്യൂക്ലിയർ ഫിഷനിലൂടെയും നമ്മൾ എനർജി കൺസ്യൂം ചെയ്യും. സോ ഇന്ത്യക്ക് ഒരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പവർ വിഷൻ ഉണ്ട്, പവർ പ്രോഗ്രാം ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇന്ത്യയിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് യുറേനിയം ആണ് ന്യൂക്ലിയസിന്റെ ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് 1 മുതൽ 2% മാത്രമേ നേച്ചറിലുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഇമ്പോർട്ട് കോസ്റ്റ് കൂട്ടും. നമുക്ക് ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ ആയിട്ട് മാറും. സോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ 1% മുതൽ 2% വരെ നാച്ചുറൽ റിസോഴ്സസ് ഉള്ളൂ. സോ നമ്മൾ പുറത്തു നിന്ന് ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിന് ഇത് യൂട്ടിലൈസ് ചെയ്യും. യുറേനിയം നമ്മളുടെ കയ്യിലുള്ളതും പുറത്തു നിന്നുള്ളതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. സോ ആ ഫസ്റ്റ് സ്റ്റേജിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന റിയാക്ടേഴ്സിനെ എന്താണ് പറയുന്നത്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. അതായത് ഡിഫറെന്റ് റിയാക്ടേഴ്സുകളുണ്ട്. റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവ നിലയങ്ങളുണ്ട്. അതായത് നീരാവിയിൽ പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങളുണ്ട്, ഹെവി വാട്ടർ, പ്രഷറൈസ്ഡ് ഹെവി വാട്ടറിൽ യൂസ് ചെയ്യുന്ന ആണവ നിലയങ്ങളുണ്ട്. സോ ഇതിന്റെ എല്ലാം ഈ ഉൽപ്പാദിപ്പിക്കുന്ന മെത്തഡോളജി അല്ലെങ്കിൽ ടെക്നോളജീനെയാണ് ഈ പറയുന്നത് ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ ടെക്നോളജി അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ടെക്നോളജി. അങ്ങനെയുള്ള ടെക്നോളജികളെയാണ് ഈ പറയുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന യുറേനിയം യൂസ് ചെയ്യും. അതായത് ഒരു 1960 to 1970, 72 പീരീഡിലേക്കാണ് പറയുന്നത്. നമ്മൾ കയ്യിലിരിക്കുന്ന യുറേനിയം യൂസ് ചെയ്യും. അത് ഏത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടായിരിക്കും? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫസ്റ്റ് സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്ലൂട്ടോണിയം ഉണ്ട്, പ്ലൂട്ടോണിയം 239. പ്ലൂട്ടോണിയം 239നെ നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. ചിന്തിക്കുക, പ്ലൂട്ടോണിയം 239ഉം എന്താണ്? ഫെർട്ടൈൽ മെറ്റീരിയൽ ആണ്. ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ന്യൂക്ലിയർ റിയാക്ടർ സാധ്യമായിട്ടുള്ള എലമെന്റുകളെയാണ് ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പ്ലൂട്ടോണിയം 239 യൂസ് ചെയ്യും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ടർ ഏതാണ്? ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടേഴ്സ് ആണ്. FBR, ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടേഴ്സ്. സോ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്, ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന പ്ലൂട്ടോണിയം ഉണ്ടാവും. അതായത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പ്ലൂട്ടോണിയം കിട്ടും. ഈ പ്ലൂട്ടോണിയത്തെയും ബാക്കിയുള്ള നമ്മളുടെ മെറ്റീരിയൽസിനെയും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് പ്രവർത്തിപ്പിക്കും. മനസ്സിലായോ? അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജിൽ നമുക്ക് എന്ത് സംഭവിക്കും? തേർഡ് സ്റ്റേജിൽ നമ്മളുടെ കയ്യിലുള്ള തുറുപ്പ് ഗുലാൻ നമ്മൾ ഇറക്കുകയാണ്. നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? നമ്മളുടെ കയ്യിൽ തോറിയം എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ലോകത്തില് തോറിയത്തിന്റെ 20 to 30% ഇന്ത്യയിലാണ്. തോറിയം കാണുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? എവിടെയാണ്? കേരളമാണ്. കേരളത്തില് കൊല്ലം അടക്കമുള്ള മണലുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു എലമെന്റ് ആണ് തോറിയം. മനസ്സിലായോ? പണ്ട് കാലത്ത് റഷ്യ ഇത് അടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചു. അതായത് ഇവിടെ നിന്ന് മണൽ കയറ്റുമ്പോൾ നമുക്ക് പൈസ തരാന്ന് പറഞ്ഞു. നമ്മളന്ന് ചിന്തിച്ചില്ല, നമ്മൾ മണൽ കയറ്റാൻ തുടങ്ങി. കടപ്പുറത്ത് കിടക്കുന്ന മണല്
കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നു, മനസ്സിലായോ? പിന്നീടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എന്ത്, ഇതിൽ തോറിയം എലമെന്റ് ഉണ്ട്, മനസ്സിലായോ? ക്രിറ്റിക്കൽ മിനറൽ ആണ്. സോ അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു, നമ്മൾ അതിനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കയ്യിലുള്ള യുറേനിയം റിസർവ് ഉണ്ട്, 1% മാത്രമേ ഉള്ളൂ, കുറച്ചുള്ളൂ എങ്കിൽ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അത് നമ്മളുടെ റിയാക്ടറിൽ ഇടും. ഏത് റിയാക്ടറിലാണ് ഇടുന്നത്? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ ഇട്ടിട്ട് നമ്മൾ എനർജി ഉൽപ്പാദിപ്പിക്കും. സോ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്ലൂട്ടോണിയം 239 കിട്ടും. അതും പിന്നെ നമ്മളുടെ കയ്യിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഇടും. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്റ്റേജും കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേജും അസ്തമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള തുറുപ്പ് കുലാൻ ഇറക്കും. നമ്മളുടെ കയ്യിലുള്ള തുറുപ്പ് കുലാൻ എന്താണ്? നമ്മളുടെ കയ്യിലുള്ള തുറുപ്പ് കുലാൻ തോറിയമാണ്. തോറിയം പക്ഷേ ഒരു ഫിസൈൽ മെറ്റീരിയൽ അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക. ഫിസൈൽ മെറ്റീരിയൽ അല്ല, അതൊരു ഫെർട്ടൈൽ മെറ്റീരിയൽ ആണ്, മനസ്സിലായോ? ഇന്ത്യസ് തോറിയം 25% ഉണ്ട്. സോ ഈ തോറിയം നമ്മൾ ഒരു ഫെർട്ടൈൽ മെറ്റീരിയൽ ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൽ നിന്ന് എനർജി യൂട്ടിലൈസ് ചെയ്യും, മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും നമ്മൾ തോറിയം യൂസ് ചെയ്യില്ല. തേർഡ് സ്റ്റേജിലാവുമ്പോഴാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള തോറിയം റിസർവുകൾ നമ്മൾ എടുക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജിൽ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ, ദെൻ സെക്കൻഡ് സ്റ്റേജ് ഇറ്റ് കംസ് ടു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, ദെൻ തേർഡ് സ്റ്റേജ് തോറിയം യൂട്ടിലൈസേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലേക്ക് പോകാം. സോ നമുക്ക് പ്രധാനമായിട്ടും 7 ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ഓരോ സംസ്ഥാനം സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കി പോകാം. സോ ഉത്തർപ്രദേശിലെ നരോര എന്ന് പറഞ്ഞ ഒരു അറ്റോമിക് പവർ പ്ലാന്റ് ഉണ്ട്, മനസ്സിലായോ? സോ നമുക്ക് 22ഓളം ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉണ്ടെങ്കിലും നമുക്ക് 7ഓളം മാത്രമേ 7 ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ, അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ നമുക്കുള്ളൂ, മനസ്സിലായോ? സോ നമ്മളുടെ ക്രിറ്റിക്കൽ എലമെന്റ്സ് ആണ് അത്, മനസ്സിലായോ? ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെല്ലാം വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് കൂടിയാണ്, മനസ്സിലായോ? ഇപ്പൊ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി സെക്യൂരിറ്റി അടിക്കാനായിട്ട് നമ്മളുടെ എനിമീസ് യൂസ് ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. സോ നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തർപ്രദേശിലെ ഏതാണ്? നരോര. ഇത് എഴുതി വെക്കണം. ഇത് ഈ PSC ഇടക്കിടക്ക് എടുത്ത് ചോദിക്കാറുള്ളതാണ്. നരോര അറ്റോമിക് പവർ പ്ലാന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? UP. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു, രാജസ്ഥാനിൽ ഒരെണ്ണമുണ്ട്, കോട്ടയില്. പേരെന്താണ്? റാവബട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. സോ രാജസ്ഥാനിൽ ഒന്ന്, ഗുജറാത്തിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഗുജറാത്തിൽ ഏതാണ്? കക്രാപ്പർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ദെൻ ടു മഹാരാഷ്ട്ര, താരാപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, മനസ്സിലായോ? സോ അതെവിടെയാണ് താരാപൂർ സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ്, മനസ്സിലായോ? സോ നമ്മൾ ഇനി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏത് കൺട്രി ഉണ്ട്? മഹാരാഷ്ട്ര കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഏതാണ്? കൈഗ ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്, മനസ്സിലായോ? സോ നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല എക്സാമുകളും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നമ്മൾ എവിടെ പോകുന്നു? തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടില് 2 ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുണ്ട്. ഒന്ന് കൽപ്പാക്കം, 2 നമുക്ക് എല്ലാവർക്കും അറിയാം കൂടംകുളം. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. കൂടംകുളത്ത് പണ്ട് VS അച്യുതാനന്ദൻ നടന്നു പോയതൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു വാർത്തയൊക്കെ ഉണ്ട്. കൂടംകുളം ആണവ നിലയമായിട്ടും വളരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ആ സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് നമ്മളുടെ ഇവിടെ നിന്ന് പഴയ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ തടഞ്ഞു ആക്ച്വലി. അപ്പോ ഇവിടെ നിന്ന് നടന്നു പോയി അദ്ദേഹം, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ 7 ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. ഒന്നുകൂടി പറയാം. നരോര എവിടെയാണ്? UPയിലാണ്. രാജസ്ഥാനിൽ എവിടെയാണ്? രാജസ്ഥാൻ കോട്ട ഡിസ്ട്രിക്റ്റിൽ രാവത്ബട്ട എന്ന് പറഞ്ഞ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. കൂടംകുളം എവിടെയാണ്? കൂടംകുളം തമിഴ്നാട്ടിലാണ്. കൈഗ എവിടെയാണ്? കൈഗ കർണാടകയിലാണ്. പിന്നെ മഹാരാഷ്ട്രയിൽ ഒരെണ്ണം ഉണ്ടല്ലോ, ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് താരാപൂർ. ദെൻ കക്രാപ്പർ എവിടെയാണ്? ഗുജറാത്തിലാണ്. മോദിജിയുടെ സ്ഥലം കക്രാപ്പർ. പിന്നെ എവിടെയാണ്? കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്. നരോര ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ പ്രശ്നം, ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ എണ്ണം. ഇനി നമുക്ക് ഇന്ത്യസ് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ടിനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാവുന്നു. സോ അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഡാമേജുകൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷനുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരിതിന്റെ ലയബിലിറ്റി ഏറ്റെടുക്കും? മനസ്സിലായോ? ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? നമ്മളുടെ
ജർമ്മനിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, പെർട്ടിക്കുലർ പ്ലേസ് ഞാൻ പറഞ്ഞു, ഈ ജർമ്മനിയിൽ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒക്കെ ഉണ്ട്. ഐ ഫൊഗോട്ട് ദ നെയിം. ഓക്കെ. സോ ജപ്പാനിൽ ഇട്ടിട്ടുണ്ട് ഫുക്ഷിയാമ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ലോകത്ത് ആകമാനം, ഐ ഫൊഗോട്ട് ദ നെയിം ആക്ച്വലി, ഐ വാസ് തിങ്കിങ് ദാറ്റ് നെയിം. സോ അങ്ങനെയുള്ള പല ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കും ലോകത്ത് അറ്റാക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ന്യൂക്ലിയർ എക്സ്പ്ലോഷനുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ചെർണോബിയൽ, ഐ ഗോട്ട് ദ നെയിം, ചെർണോബിയലിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതുപോലെ ജപ്പാനിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും ചെറിയ ചെറുതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് അഡ്രസ്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആക്ടാണ് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. ഇത് ഒരു ഇന്റർനാഷണൽ ലോ, ഇന്റർനാഷണൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ട് പുറത്തെടുക്കുന്നത്. സോ ഈ ആക്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയർ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിന്റെ കമ്പനിക്കായിരിക്കും. ഇതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർട്ടിക്കുലർലി ലോ ഉണ്ടായിരുന്നില്ല. സോ ആ കമ്പനി നൈസായിട്ട് അങ്ങോട്ട് ഊരിപ്പോയി. കാരണം ഇത്രയും ഭോപ്പാൽ എന്ന് പറയുന്ന നഗരത്തിലെ 10,000-2000 മനുഷ്യജീവനുകളെ നശിപ്പിച്ചിട്ട് കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നം കാരണം, അവരുടെ ഒരു അശ്രദ്ധ കാരണം അത്രയും ആളുകളുടെ ജീവൻ നഷ്ടമായിട്ട് അവർക്ക് പെർട്ടിക്കുലർലി സിമ്പിൾ ആയിട്ട് നമ്മളുടെ നിയമത്തിലെ ലൂപ്പ് ഹോൾ കൊണ്ട് ഇറങ്ങി പോരാനായിട്ട് സാധിച്ചു. വലിയ പൈസ ഒന്നും കൊടുത്തിട്ടില്ല, മനസ്സിലായോ? ലൈക്ക് അവരുടെ പ്രോഫിറ്റ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ പ്രോഫിറ്റിന്റെ 1%-2% മാത്രമേ അവരുടെ കോമ്പൻസേഷൻ ആയിട്ട് പേ ചെയ്യേണ്ടി വന്നുള്ളൂ. സോ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭോപ്പാലിൽ ഉണ്ടായത് ന്യൂക്ലിയർ ഡാമേജ് അല്ല, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. സോ ന്യൂക്ലിയർ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിന്റെ ലയബിലിറ്റി ആരെങ്കിലും ഏറ്റെടുക്കണം. സോ ഗവൺമെന്റ് പറഞ്ഞു 1500 കോടി ആയിരിക്കും നിങ്ങളുടെ ഡാമേജിന്റെ തുക വരുന്നത്. മനസ്സിലായോ? അത് നിങ്ങളുടെ പ്രശ്നമായി കഴിഞ്ഞാലും വേറെ ആരുടെ പ്രശ്നമായി കഴിഞ്ഞാലും അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഓണറുടെ മേലായിരിക്കും. മനസ്സിലായോ? ഈ 1500 കോടിക്ക് മേലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സ്റ്റെപ്പിൻ ചെയ്യും. അതായത് അതിന്റെ ലയബിലിറ്റി സ്റ്റേറ്റിലേക്ക് പോകും. എന്നാൽ സ്റ്റേറ്റിന്റെ ലയബിലിറ്റി അവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര വരെ? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 ബില്യൺ വരെ, $300 ബില്യൺ വരെയാണ് നമ്മളുടെ സ്റ്റേറ്റിന്റെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? സോ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത, ഒരു പ്രശ്നമാണ് ഈ ന്യൂക്ലിയർ ഡാമേജ് എന്ന് പറഞ്ഞത്. സോ ഈ 1500 കോടി കഴിഞ്ഞു കഴിയുമ്പോൾ ആര് സ്റ്റെപ്പിൻ ചെയ്യും? ഗവൺമെന്റ് സ്റ്റെപ്പിൻ ചെയ്യും. 300 ബില്യൺ അല്ല, 300 മില്യൺ ആണ്. 300 മില്യൺ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എക്കോണമിയിലെ ഒരു ടേമാണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ നിങ്ങൾ വിചാരിച്ചാൽ മതി, അതൊരു ലയബിലിറ്റി ആണ്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IMFന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മളുടെ ഈ RBI കീപ്പ് ചെയ്യുന്ന മണിയാണ്, അല്ലെങ്കിൽ RBIയുടെ ലയബിലിറ്റിയിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ്സ് ലൈക്ക് ആൻ എമൗണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇപ്പോൾ കറന്റ് ഫോർ ദ ടൈം ബീയിങ് അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ. സോ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? ഇതാണ് നമ്മളുടെ ന്യൂക്ലിയറിന്റെ ഒരു ഓവറോൾ, ന്യൂക്ലിയർ സെക്ടറിന്റെ, ന്യൂക്ലിയർ എനർജിയുടെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മളുടെ ആർട്ടിക്കിളിലേക്ക് പോകാം. ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്? ആർട്ടിക്കിളിൽ പ്രത്യേകമായിട്ട് പറയുന്നത്, അതായത് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ന്യൂക്ലിയർ ലോസ് അമെൻഡ് ചെയ്യണം. അദ്ദേഹം പറയുന്നത് അമെൻഡ്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ന്യൂക്ലിയർ എനർജിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ചൈനയാണ്. അപ്പുറത്ത് ചൈനയുണ്ട്. സോ ചൈനയിൽ നിന്ന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രൈവറ്റ് പാർട്ണർഷിപ്പുകളിൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ എനർജി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചൈനയാണ്. സോ ചൈനയിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. സോ അത് ഒരു അത്ര നല്ലതായിട്ടുള്ള ഒരു തീരുമാനമല്ല. പിന്നെ ന്യൂക്ലിയർ എനർജിയുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഒരു ഫാക്ട് പറയാം. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണോ നോൺ റിന്യൂവബിൾ ആണോ? ഇറ്റ്സ് നോൺ റിന്യൂവബിൾ. കാരണം നമ്മൾ ക്രിറ്റിക്കൽ മിനറൽ കുഴിച്ചെടുത്ത് അത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ആണെങ്കിലും നമ്മളെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണെങ്കിലും ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിലാണ്? ഈ ക്രിറ്റിക്കൽ മിനറൽസ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ അത് തീർന്നു പോകാം. അതിപ്പോ ഒരു റിന്യൂവബിൾ സോഴ്സ് അല്ല, നോൺ റിന്യൂവബിൾ സോഴ്സ് ആണ്. സോ ലോകം മൊത്തം നോൺ റിന്യൂവബിൾ സോഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ
നമ്മളുടെ ന്യൂക്ലിയർ ലോസ് പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക്, അതായത് റെഗുലേഷൻസ് കുറച്ചത് കൊണ്ട് നമുക്ക് അത്ര വലിയ ഗെയിൻസ് ഉണ്ടാവില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ന്യൂക്ലിയർ റിയാക്ടറുമായിട്ടുള്ള നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ. സോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫാക്ടറുകൾ പഠിച്ചു. പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരുപാട് ഫാക്ടറുകളുണ്ട് എങ്ങനെയാണ് നമ്മളുടെ 3 സ്റ്റേജ് വർക്ക് ചെയ്യുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എടുക്കും, മനസ്സിലായോ? ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ വരുന്ന ക്ലാസ്സുകളാണ്, പെർട്ടിക്കുലർലി മെയിൻസ് പെർസ്പെക്റ്റീവിലും വരുന്നുണ്ട്. സോ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സുകൾ എടുത്തത്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ, ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സുകൾ നടക്കുമ്പോൾ എന്തായാലും നമ്മൾ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. സോ ഇത് മറ്റേ നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് മുന്നേ ഉള്ള പേജിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടുകളാണ്. അതായത് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 9ാമത്തെ വർഷം കഴിഞ്ഞു, 10ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്? സോ നമുക്ക് ഇനീഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേർഡുകളാണ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി. ഇൻസോൾവെന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി ഇൻസോൾവെന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സോൾവൻസി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കടങ്ങൾ തീർക്കാതെ അവർ ഫിനാൻഷ്യലി ടൈറ്റ് ആവുന്ന, അതായത് അവരുടെ വരവിന് മീതെ ചെലവ് വരികയും അവരുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും, അതൊക്കെ കാരണം അവർ ഇൻസോൾവെന്റ് ആവുക അല്ലെങ്കിൽ കടബാധ്യതയാവുക, അവർക്ക് പണം ചെലവഴിക്കാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ക്രൈസിസിലാകുന്നതിനെയാണ് ഈ ഇൻസോൾവൻസി എന്ന് പറയുന്നത്, ഇൻസോൾവൻസി ക്രൈസിസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ അടുത്ത് സംഭവിച്ചത് എന്താണ്? ഈ സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് ലക്ഷ്മി വിലാസം ബാങ്ക് ക്രൈസിസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കിങ് ഫിഷറിന്റെ, നമ്മളുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പഴയ മുതലാളിയായിട്ടുണ്ടായിരുന്ന വിജയ് മല്യ നമ്മൾ ഇൻസോൾവെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തേക്കൊക്കെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. സോ ഇൻസോൾവെന്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൂടുക, അവർ സോൾവെന്റ് അല്ലാത്തൊരവസ്ഥ. ബാങ്ക്റപ്റ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ ബാങ്ക്റപ്റ്റ് ആയാൽ എന്ത് സംഭവിക്കും? അതായത് അയാളുടെ കയ്യിൽ കടം കൊടുത്തു തീർക്കാൻ പോലുള്ള പൈസ ഇല്ല, അതായത് നയാ പൈസ ഇല്ല, മനസ്സിലായോ? മറ്റേ വിഷം വാങ്ങി തിന്നാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥേനെയാണ് ഈ ബാങ്ക്റപ്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായോ? ഒരാൾ ബാങ്ക്റപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആരാണ് ഈ ബാങ്ക്റപ്സി? പാപ്പരാവുക എന്ന് പറയും. പാപ്പരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ഒന്നുമില്ല, അതിനെയാണ് ഈ ബാങ്ക്റപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായോ? സോ ഇത് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു എക്കോണമിക്സിലെ ടോപ്പിക് ആണെന്ന് മനസ്സിലായല്ലോ. ഇൻസോൾവെന്റ് ആവുകയും ബാങ്ക്റപ്റ്റ്സ് ആവുകയും ചെയ്യും. സോ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാങ്കുകൾക്ക് കിട്ടാനായിട്ടുള്ള പൈസ അവർക്ക് കിട്ടില്ല, മനസ്സിലായോ? അപ്പൊ ബാങ്കുകൾ കടം കൊടുത്തത് ആരായും? ബാങ്കുകൾ ഈ കടം കൊടുത്ത പൈസ കിട്ടാതെ വരും. സോ അതെങ്ങനെ വാങ്ങിക്കണം എന്നുള്ളതിന്റെ ഒരു അംബ്രല പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അംബ്രല വിഷൻ ആണ് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുമ്പോൾ. സോ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എങ്ങനെയാണ് ബാങ്കുകൾ കടം കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇത് തിരിച്ചു വാങ്ങിക്കുന്നത്, അതിനുള്ള മെക്കാനിസംസ് എന്താണ്, ഇപ്പോ ഇൻസോൾവൻസി ബാങ്ക്രപ്സിൽ എത്തി നിൽക്കുന്നു, അതുവരെ നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ, സോ ഡെപ്റ്റ് റിക്കവറി മെക്കാനിസം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പെർട്ടിക്കുലർലി. സോ ഡെപ്റ്റ് റിക്കവറി മെക്കാനിസം എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഒരാൾ കടം കൊടുത്തു, അതായത് എനിക്ക് SBI എന്ന് പറയുന്ന ഒരു ബാങ്ക് എനിക്ക് കടം തന്നു, അതായത് 10 ലക്ഷം രൂപ എനിക്ക് കടം തന്നു, ഞാൻ അത് തിരിച്ച് അടയ്ക്കാതിരുന്നു. അപ്പൊ ആദ്യ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ, ബാങ്ക് നേരെ കോടതിയിലേക്ക് പോകും, കോടതിയിൽ അതൊരു നിയമവ്യവഹാരമായിട്ട് കെട്ടിക്കിടക്കും, അതിനുശേഷം അതിലൊരു വിധി ഉണ്ടാകും. അപ്പോ ഇപ്പോ ഞാൻ വെച്ചിരിക്കുന്നത് എന്റെ വീടാണെങ്കിൽ ആ വീട് ജപ്തി ചെയ്യും, മനസ്സിലായോ? അങ്ങനെയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ സംഭവിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്താണ്? ഈ കോടതിയിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്ന് കോടതിക്കും സമയമില്ല, ബാക്കിയുള്ളവർക്കും സമയമില്ല, ഇതിങ്ങനെ കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങി. അപ്പോ നമ്മൾ ഗവൺമെന്റുകൾ എന്ത് തീരുമാനിച്ചു? ഗവൺമെന്റും കോടതിയും എന്ത് തീരുമാനിച്ചു? ഇതിനു വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കാം. 1993 നമ്മൾ എന്ത് തീരുമാനിച്ചു? നമ്മൾ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലുകൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഡെപ്റ്റ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് കോടതിയാണ്, മനസ്സിലായോ? സ്പെഷ്യലൈസ്ഡ് ജുഡീഷ്യൽ കോടതികളെയാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ട്രിബ്യൂണൽ ആക്ടിലൂടെ രൂപപ്പെടുന്നതാണ് ട്രിബ്യൂണൽ കോടതികൾ. അത് കേന്ദ്ര ഗവൺമെന്റുകളാണ് ആ ട്രിബ്യൂണൽ ആക്ട് പാർലമെന്റിലൂടെ പാസ്സാക്കുന്നത്. അങ്ങനെ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ 1993 രൂപീകരിച്ചു. സോ ഇനിയിപ്പോ ഞാൻ പൈസ കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ബാങ്കിന് എങ്ങോട്ട് പോകാം? ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിലേക്ക് പോകാം,
മനസ്സിലായോ? നേരിട്ട് കോടതിയിൽ പോകുന്നതിന് പകരം ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിലേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ അവിടെയും എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി കോടതികളിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രത്യേക കോടതികളിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും ഈ കേസുകൾ കെട്ടിക്കിടക്കാം. മനസ്സിലായോ? അപ്പോ അപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു പ്രശ്നമായിട്ട് മാറി. അതായത് ഈ കോടതികളിൽ വീണ്ടും കെട്ടിക്കിടക്കുന്ന ഡെപ്റ്റ്, ഇപ്പൊ കോടതികൾ മാറി ഡെപ്റ്റ് ട്രിബ്യൂണലിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2002 നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർഫേസി ആക്ട് രൂപീകരിക്കുന്നത്. സർഫേസി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് സർഫേസി ആക്ട്. അതായത് നമ്മളുടെ ഈ കിട്ടാക്കടങ്ങൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഞാൻ 10 ലക്ഷം രൂപ ബാങ്കിന് കിട്ടാൻ, അത് ബാങ്കിന് ഡയറക്ട്ലി സീസ് ചെയ്യാനായിട്ട് അധികാരം കൊടുക്കുന്ന ആക്ടുകളാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. മനസ്സിലായോ? ആ ആക്ടാണ് സർഫേസി ആക്ട് എന്ന് പറയുന്നത്. സോ സർഫേസി ആക്ടിലൂടെ എന്ത് വരികയാണ്? സർഫേസി ആക്ടുകളിലൂടെ ബാങ്കുകൾക്ക് അധികാരം നൽകുകയാണ്. മനസ്സിലായോ? ബാങ്കുകൾക്ക് എന്തിന് അധികാരം നൽകുകയാണ്? ബാങ്കുകൾക്ക് ഡെപ്റ്റ് റിക്കവറി ചെയ്യാനായിട്ടുള്ള അധികാരം നൽകുകയാണ്. മനസ്സിലായോ? സോ ഈ ലെങ്തി സിവിൽ കോർട്ട് പ്രോസസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുകയാണ്. ക്വിക്കർ ഡെപ്റ്റ് റിക്കവറി ഇതിലൂടെ നമ്മൾ സാധിക്കുകയാണ്. സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം കടം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കടം കൊടുത്തിട്ട് നമ്മൾ ഡിഫോൾട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് മാനേജർ കോടതിയിൽ പോയി കെട്ടിക്കിടക്കുകയാണ് 1993 കാലഘട്ടങ്ങളിൽ. മനസ്സിലായോ? സോ അത് മാറിയിട്ട് ബാങ്കുകൾക്ക് ജപ്തി ചെയ്യാനായിട്ടുള്ള അവകാശം, നമ്മൾ സിനിമയിലൊക്കെ ജപ്തി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ആ അധികാരം എവിടെന്നാ കിട്ടിയേ? സർഫേസി ആക്ട് 2002 വന്നു കഴിഞ്ഞപ്പോഴാണ്. മനസ്സിലായോ? അതിനു മുൻപ് കോടതി വിധിച്ചാൽ മാത്രമേ ഇവർക്ക് ജപ്തി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് പകരം ഇവർക്ക് പെട്ടെന്ന് ജപ്തി ചെയ്യാനായിട്ടുള്ള അവകാശം കൊടുത്തു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ ജപ്തി ചെയ്യാനായിട്ടുള്ള അവകാശം കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇത് ബാങ്കിന്റെ ഒരു ഉത്തരവാദിത്വമായി. അതായത് ബാങ്ക് കടം കൊടുത്തു ഒരു ബിസിനസ് വളരാനായിട്ട് അല്ലെങ്കിൽ ഒരു വീട് വെക്കാനായിട്ട്. പക്ഷേ ഇത് ബാങ്കിന്റെ ഉത്തരവാദിത്വമായി ഇത് മാനിക്കേണ്ടത്. അപ്പോൾ ബാങ്ക് മാനേജർ ആയിട്ടുള്ള ഒരാൾ രാവിലെ സർഫേസി ആക്ട് പ്രമാണിച്ചിട്ട് ലൈക്ക് ബാങ്കിങ് സ്ട്രക്ചറിനെ വളർത്താനായിട്ട് കയറിയ ഒരാള് രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഡെപ്റ്റ് റിക്കവറി ചെയ്യാനായിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ജപ്തി ചെയ്യാനായിട്ടാണ് പോകുന്നത്. അത് അവരുടെ പ്രോസസ്സിനെ ബാധിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പോ ഇതെന്ത് ചെയ്തു? ഇതിന് റിഫോർമേഷൻ ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ 2008 കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചു? ഒരു ഗ്ലോബൽ എക്കോണമിക് ക്രൈസിസ് വന്നു. സോ ബാങ്കുകളുടെ അടിവേരിന് ഒന്ന് കുലുക്കം സംഭവിച്ചു. പക്ഷേ ഇന്ത്യയിൽ അത് വെൽ മാനേജ്ഡ് ആയിട്ട് പോയി. നമ്മളുടെ ബാങ്കുകളുടെ ശക്തി കാരണമാണ് അത് അങ്ങനെ പോയത്. മനസ്സിലായോ? സോ ഇത് വന്നു കഴിഞ്ഞപ്പോൾ 2009 ശേഷം വന്നു കഴിഞ്ഞപ്പോൾ 2011-12 കാലഘട്ടങ്ങളായപ്പോൾ നമ്മളുടെ ഈ ബാങ്കുകളുടെ ലയബിലിറ്റിയെ നമ്മളൊന്ന് അസസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ബാങ്കുകളുടെ ലയബിലിറ്റി നമ്മളൊന്ന് നോക്കാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി നമ്മളുടെ നോൺ പെർഫോമിംഗ് അസറ്റുകൾ. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? NPAക്ക് ഒരു ഡെഫിനേഷൻ പറഞ്ഞേ. എന്താണ് പെർഫോം ചെയ്യാത്ത അസറ്റ്? അതെല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെയാണ് അത് പെർഫോമിംഗ് ആവാത്തത്? എത്ര ദിവസം വരെ പെർഫോം ചെയ്യാത്തപ്പോഴാണ്? അതായത് NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കടം വാങ്ങിച്ചിട്ട് നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റോ തുകയോ 90 ദിവസമായിട്ട് തിരിച്ചടയ്ക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ NPA ആയിട്ട് മാറും. അതായത് ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു SBIയിൽ നിന്ന്. SBIയിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ അടച്ചിട്ട് ഞാൻ 90 ദിവസം വരെ അതിന്റെ ഇൻട്രസ്റ്റോ പലിശയോ അല്ലെങ്കിൽ മുതലോ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ആ ലോണിനെ എന്തായിട്ട് മാറ്റും? NPA ആയിട്ട് മാറ്റും, നോൺ പെർഫോമിംഗ് അസറ്റ്. ഈ സമയത്ത് അത് പെർഫോം ചെയ്യുന്നില്ല, നമുക്കതൊരു നഷ്ടക്കച്ചവടമാകാം, ബാങ്കിന് ഒരു നഷ്ടക്കച്ചവടമാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ NPA എന്ന് പറയുന്നത്. അപ്പൊ NPA എന്ന് പറഞ്ഞാൽ 90 ദിവസം. ഓക്കെ, NPAs ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. എപ്പോ? നമ്മൾ ഈ 2010-11 കാലഘട്ടമായപ്പോൾ NPAs ഇൻക്രീസ് ചെയ്യാവുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണിച്ചു തുടങ്ങി. സോ അത് നമ്മൾ ഒന്ന് അഡ്രസ് ചെയ്യാനായിട്ട് നമ്മളൊരു അംബ്രല പ്രൊജക്ട്, ഒരു അംബ്രല വിഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. അതിനെ പറയുന്ന പേരാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. മനസ്സിലായോ? സോ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? നമ്മൾ കോടതികളിൽ നിന്ന് തുടങ്ങി ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിലേക്ക് പോയി. ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിൽ വന്നു കഴിഞ്ഞപ്പോഴും വലിയ മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ സർഫേസി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സർഫേസി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇത് ബാങ്കിന്റെ എന്തോ ഒരു
പണിയായിട്ട് മാറി. കടം കടം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാങ്കിന് എന്തോ പണിയായിട്ട് മാറി. സോ NPS ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്ട്രക്ചറൽ റിഫോർമേഷൻ സംഭവിച്ചു. സോ നമ്മൾ എന്ത് കാണിച്ചു? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ ബാങ്കുകാർക്കും അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയ ആൾക്കും, അതായത് ക്രെഡിറ്ററിനും ഡെപ്റ്ററിനും ഒരുപോലെ സമീപിക്കാൻ പറ്റുന്നതാണ്. അതായത് എനിക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്, ബാങ്കിന്, SBI ബാങ്കിന് കടമുണ്ട്, എനിക്കത് തീർക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡിലേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ പറയും എനിക്ക് ഇന്ന കടമുണ്ട്, എനിക്കത് തീർക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് പെർട്ടിക്കുലർലി കമ്പനികൾ കാണട്ടെ, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നുള്ളൂ. എനിക്കത് തീർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യും? അവരൊരു കമ്മിറ്റി ഫോം ചെയ്യും. അതിനുശേഷം എനിക്ക് എത്ര അടയ്ക്കാം, ആ എമൗണ്ടിനെ നമുക്ക് റീഡിഫൈൻ ചെയ്യും. സോ ബാങ്കുകാരുടെ പ്രോസസ്സും ചേഞ്ച് ആവാൻ തുടങ്ങി. അതായത് ബാങ്ക് രാവിലെ പോയി ജപ്തി ചെയ്യാനായിട്ടുള്ള നടപടികൾ ചെയ്യുന്നതിന് പകരം ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡിനെ സമീപിക്കുകയും അവര് അതിനൊരു പ്രോസസ്സ് കണ്ടുപിടിക്കുകയും ചെയ്തു. മനസ്സിലായോ? സോ ഇവിടെ ഇതിന് നമ്മളുടെ ഡെപ്റ്റ് റിക്കവറിക്ക്, അതായത് ഒരു കടം കൊടുത്ത ആളുടെ പൈസ തിരിച്ചു കിട്ടാനായിട്ട് ടൈം ലിമിറ്റ് വെച്ചു. അതായത് ആദ്യം 180 ദിവസമായിരുന്നു ടൈം ലിമിറ്റ് വെച്ചത്. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 330 ദിവസം വരെ. അതായത് ഒരാൾ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 330 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ ആ പണം കിട്ടിയിരിക്കണം. മനസ്സിലായോ? എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പണം കിട്ടിയിരിക്കണം. അപ്പോൾ ബാങ്കിനും നല്ലതാണത്, ആർക്കും നല്ലതാണ്? ഡെപ്റ്ററിനും നല്ലതാണ്, എനിക്കും നല്ലതാണ്, SBI ബാങ്കിനും നല്ലതാണ്. മനസ്സിലായോ? ഇതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ടൈം ലിമിറ്റ് വെച്ചു. ഇപ്പോൾ ജുഡീഷ്യൽ കേസ് ആയിരുന്നെങ്കിൽ കാലങ്ങളോളം നീളാം, 5-10 വർഷം വരെ നീളാം. അത് 330 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാക്കി. പിന്നെ എന്താക്കി? ഡെപ്റ്ററിനും ക്രെഡിറ്ററിനും ഒരുപോലെ സമീപിക്കാം എന്നാക്കി. മനസ്സിലായോ? പണ്ട് ബാങ്കിന് മാത്രമായിരുന്നു കോടതിയെ സമീപിക്കാൻ പറ്റുന്നേ. എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ കടം, ഞാൻ കുറച്ച് കടം കൊടുത്ത് തീർക്കാനായിട്ടുണ്ട്, ഇവരോടൊന്ന് മാധ്യസ്ഥം വഹിക്കാനായിട്ട് എനിക്ക് കോടതിയോട് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡിനെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മീഡിയേഷൻ അവർ വഹിക്കും. നമ്മളുടെ കടങ്ങൾ എത്ര വീട്ടാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട് അവർക്ക് പണം നൽകാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന രീതിയിലേക്കുള്ള ഫ്രെയിം വർക്കുകൾ അവർ രൂപീകരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എവിടെ കിടക്കുകയാണ്? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ നിന്നാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. വലിയ വലിയ കമ്പനീസ്, അതായത് ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്ന കമ്പനികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കും. കാരണം അല്ലാണ്ട് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എയർപോർട്ട് പണിയുന്നു, നാഷണൽ ഹൈവേസ് പണിയുന്നു, അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടത് ബിസിനസ് പ്രൊജക്റ്റുകൾ, എയർലൈൻ കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികൾ നഷ്ടത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഉടമ ബാങ്ക്റപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരെ ഇവര് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി ബോർഡിലേക്ക് സമീപിക്കാം. ഒന്നില്ലെങ്കിൽ ഉടമയ്ക്ക് സമീപിക്കാം, അല്ലെങ്കിൽ ബാങ്കിന് സമീപിക്കാം. ഇവർ രണ്ടുപേരും കൂടി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി ബോർഡിനെ സമീപിച്ചതിന് ശേഷം ഇവരുടെ മൊത്തം പ്രോസസ്സ് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും? 330 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. ആദ്യം അത് 180 ദിവസമായിരുന്നു, പിന്നീട് 330 ദിവസമായി. മനസ്സിലായോ? സോ അപ്പോൾ ഈസി പ്രോസസ്സാണ്. മനസ്സിലായോ? അത് നമ്മളുടെ ക്രെഡിറ്റേഴ്സിന്റെ ഒരു മൊറൈലിനെ കീപ്പ് ചെയ്തു. മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്സസ് ആണ്. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ വരുന്ന എണ്ണങ്ങൾ കൂടാനായിട്ട് തുടങ്ങി. അതായത് പുറത്ത് സെറ്റിൽമെന്റിന് പകരം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡിലേക്ക് വന്നിട്ട് അവിടെ സെറ്റിൽ ചെയ്യുന്ന എണ്ണങ്ങൾ കൂടാനായിട്ട് തുടങ്ങി. സോ അവർ അവിടെ വെച്ച് മീഡിയേറ്റ് ചെയ്ത് പിരിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രശ്നം പരിഹരിച്ച് വീണ്ടും അടയ്ക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഫുള്ളി ലിക്വിഡേഷൻ പ്രോസസ്സിലേക്ക്, ലിക്വിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അടച്ചുപൂട്ടുന്ന അതിന്റെ അവസാനത്തെ പ്രക്രിയയാണ് ഈ ലിക്വിഡേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഡെപ്റ്റേഴ്സിന് കടങ്ങൾ കൊടുത്തൊഴിവാക്കണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കണം, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിന് ഡിബഞ്ചേഴ്സിന്റെ പൈസ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനെയാണ് ഈ ലിക്വിഡേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതിന് ഒരു ഓർഡർ ഒക്കെ ഉണ്ട്. ആദ്യ മാർക്ക് കൊടുക്കണം, അവസാന മാർക്ക് കൊടുക്കണം. അങ്ങനെയുള്ള ആ പ്രോസസ് ഒക്കെ എത്ര റേഷ്യോയിൽ കൊടുക്കണം? മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ ഒരാൾ തരാനായിട്ടുണ്ട്, പക്ഷെ അയാൾ ബാങ്ക്റപ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അയാൾ 5 ലക്ഷം മാത്രമേ ഉള്ളൂ, വേറൊരാൾക്കും അയാൾ 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രശ്നമാവുമല്ലോ. എങ്ങനെ?
എനിക്ക് 5 ലക്ഷം വേണോ, എനിക്ക് 5 ലക്ഷം വേണോ. സോ അതിനൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഈ കമ്പനീസ് ലോസിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡേഷൻ എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013ലും തുടർന്നുള്ള ലൈക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ തീരുമാനിക്കുന്നത് ആരായിട്ട് മാറി? ഇപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡായിട്ട് മാറി. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് സംഭവിക്കുന്നത്. സോ നമ്മൾ ഈ 10 വർഷം എടുത്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിലേയ്ഡ് ഡിഫോൾട്ടിനെ അവർ ഐഡന്റിഫൈ ചെയ്യും. അസറ്റ് വാല്യൂസ് അവർ ഡിമിനിഷൻ ചെയ്യും. ദെൻ വാട്ട് ഹാപ്പൻസ്? ലിമിറ്റഡ് ജുഡീഷ്യൽ ബെഞ്ച്. ഇറ്റ്സ് നോ, ഇറ്റ്സ് റിലേറ്റഡ് ടു ദ കോസസ് ഓഫ് ഡിക്ലൈൻ റിക്കവറി. സോ ഇത് ലൈക്ക് മുന്നത്തെ സ്ലൈഡ്സ് ആണ്. സോ ഇന്ന് വന്നു കഴിയുമ്പോൾ, അതായത് ഇന്നത്തെ പത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതായത് 2500ഓളം പേര് എവിടെ വരുന്നു? ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിലേക്ക് വരുമ്പോൾ 7ഓളം കമ്പനികൾ ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ മീഡിയേഷനിലൂടെ. അപ്പോൾ ഈ മീഡിയേഷനിലൂടെ അവർ വീണ്ടും പ്രവർത്തിക്കാൻ വരുമ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും ഫണ്ടുകൾ വരാൻ തുടങ്ങിയാണ്. ഒരു കമ്പനി പൂട്ടിപ്പോകുന്നതാണോ, ഒരു കമ്പനി വീണ്ടും പ്രവർത്തിക്കുന്നതാണോ ഇന്ത്യൻ എക്കോണമിക്ക് നല്ലത്? ഇന്ത്യൻ എക്കോണമിക്ക് രണ്ടാമത് നടക്കുന്നതാണ് നല്ലത്. മനസ്സിലായോ? സോ ഒരു കമ്പനി വീണ്ടും മീഡിയേഷനിലൂടെ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യൻ എക്കോണമി വീണ്ടും സ്ട്രെങ്തൻ ആവുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൂടുതൽ ഫണ്ട് വരും. അവര് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. ഇന്ത്യൻ മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ഇതിൽ പ്രശ്നം വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പ്രശ്നം വരുന്നത്? സോ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡിലേക്കുള്ള, ഇപ്പോൾ ആദ്യം 150 ആണെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ആദ്യം 150 ആയിട്ട് പിന്നെ 330 ആക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? സ്ട്രെങ്ത് കുറവാണ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയിൽ വരുന്ന ആളുകളുടെ സ്ട്രെങ്ത്, അതായത് ഇത് ഡീൽ ചെയ്യാനായിട്ടുള്ള ആളുകളുടെ സ്ട്രെങ്ത് കുറവാണ്. മനസ്സിലായോ? പിന്നെ റിലക്റ്റൻസ് ഫ്രം ദി ഡെപ്റ്റേഴ്സ് സൈഡ്, അതായത് കടം വാങ്ങിച്ച ആളുടെ കയ്യിൽ നിന്ന്, അതായത് കടം വാങ്ങിച്ച ആളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിലക്റ്റൻസ്, അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു മടി. പിന്നെ ഈ ഇക്വിറ്റി ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡിലേ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അസറ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഇപ്പോൾ കറക്റ്റ് അസറ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ഇക്വിറ്റി ഹോൾഡേഴ്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡിലേ ഇവിടെ പ്രോസസ്സിൽ സംഭവിക്കും. ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. ഇന്ത്യയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്ത ലോസിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മാക്രോ എക്കോണമിക്സ് ലെവലിലെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലോ ആണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. സോ ഞാൻ പറയുന്നത് അതിൽ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, അതൊരു പെർഫെക്റ്റ് ലോ ആണെന്നല്ല, പക്ഷേ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലോ ആണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മനസ്സിലായോ? സോ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്താണെന്ന് നോക്കി, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹിസ്റ്ററി നോക്കി. ആ ഹിസ്റ്ററി മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ, എന്താണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? സോ ക്ലാരിറ്റി, ഒരു വാർത്ത കാണുമ്പോൾ അതിലുണ്ടാകേണ്ട ക്ലാരിറ്റിയാണ് ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാൾക്ക് സാധിക്കണം. അതാണ് നമ്മളുടെ ക്ലാരിറ്റി. സോ കൺസെപ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കും കിട്ടാത്ത ചില ടോപ്പിക്കുകൾ ഉണ്ട്. അതായത് ചില മൈന്യൂട്ട് വാല്യൂസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസുകളിലൂടെയും നമ്മളുടെ ക്ലാസ്സുകളിലൂടെയും നമ്മൾ കവർ ചെയ്തു പോകും. പക്ഷേ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ്, ഇതിന്റെ ഒരു വിഷൻ, നമ്മളുടെ ഒരു വ്യൂ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളുടെ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യേണ്ടത്. ഒന്ന് വ്യൂ സെറ്റ് ചെയ്യുക, 2 റിവൈസ് ചെയ്യുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇനി ഇൻസോൾവൻസി ബാങ്ക്രപ്സി കുറിച്ചിട്ട് ഒരു വാർത്ത വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഹിസ്റ്ററി മൊത്തം നമ്മളുടെ മനസ്സിലേക്ക് വരണം. മനസ്സിലായോ? അതിനുശേഷം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇതാണ് ഇന്നത്തെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ. സോ 5 ടോപ്പിക്കുകളാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ ഇതിൽ 5ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആർട്ടിക്കിളുകളായിരുന്നു. Related to nuclear energy, related to insolvency and bankruptcy code, UK and India trade relation, European Union trade relation, then Kaziranga National Park. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആർട്ടിക്കിളാണ്. കാസിരംഗ നാഷണൽ പാർക്ക് പറയുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് ബാക്കി വരുന്ന മനസ് നാഷണൽ പാർക്ക് ആണെങ്കിലും രാജീവ് ഗാന്ധി ഒറാങ്ക് നാഷണൽ പാർക്ക് ആണെങ്കിലും ഇതെല്ലാം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സോ ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു. ഐ നോ ഇറ്റ്സ് എ ലെങ്തി സെഷൻ, ബട്ട് ഇറ്റ്സ് എ കണ്ടന്റ് റിച്ച് സെഷൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.